ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് മഹാഭാരതം ചർച്ചയിലേക്ക് കിടക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോ നമാമ്യഹം. ശ്രീനരസിംഹ ജയ നരസിംഹ ജയ ജയ ശ്രീ നരസിംഹദേവ്. പ്രഹ്ലാദേശ മുഖപത്മ ജയ പത്മ ഭൃംഗം. നമസ്തേ നരസിംഹായ നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനി പ്രഹ്ലാദലാദദായിനി ഹിരണ്യകശിപോ വക്ഷഃ ശീലകണ്ഠനഖാലായി ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യാമി തതോ നരസിംഹ മഹേ നരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമദിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഥ അദ്ഭുത ശൃംഗ ദളിത ഹിരണ്യകശിപോ തനുഭൃംഗ കേശവദ്വീത നരഹരിരൂപ ജയ ജഗദീശ ഹരേ जय जगदीश हरे जय जगदीश हरे तव कर कमल परे नाखा अद्भुत शृंगार दलिता हिरण्यकशिपो अनुभृंगा केशवद्वीत नरहरिरूप जय जगदीश हरे जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय प्रहलात्मराजय 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 प्रहलात्मराज जय जय प्रभुपाद 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 सर्वभक्ति विघ्नविनाशक नरसिंहदेव भगवान की जय. भक्त शिरोमणि प्रहलाद महाराज की जय. निताय गौर प्रेमानंदे. हरि हरि बोल. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये. अष्टप्रायेषु बुद्धेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी. कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. ओम अज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकाय चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददाति स्वपदान्तिकं. वन्देऽहं श्रीगुरों श्रीयुतापदकमलं श्रीगुरुं वैष्णवंश्च श्रीरूपं साग्रजातं सकलरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सागरललिता श्रीविशाखान्वितं स्यात्. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिनिति नामिने नमाचार्यपादाय निताय कृपप्रदायिने गौरकथादान्ताय नगरग्रान्ताय. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे. नमो महावदन्याय कृष्ण प्रेम प्रदायिते कृष्णाय कृष्ण चैतन्य नामिने गौरकृष्णे नमः. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्त नमोस्तुते.
तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे। मुखं करोति वाचालं भङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ഒരു ഭക്തർ ചോദിക്കുന്നു, ഹെൽത്ത് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നടുവേദന. ഇന്നലെ കുറച്ച് നേരം ജപിച്ചിരുന്നു, ഇരുന്ന് കുറച്ച് കൂടുതൽ നേരം. അതിൻ്റെ കുറച്ച് സ്ട്രെയിൻ ആയിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്. നമുക്ക് മഹാഭാരതത്തിലേക്ക് കിടക്കാം. ഇന്നലത്തെ സത്സംഗത്തിൽ വളരെ വിഷമമുള്ള ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ദ്രൗപദി ദേവിയെ ആ സഭയിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അവസാനം ആ വിഷമ അവസ്ഥയിൽ നിന്നും ഭഗവാൻ രക്ഷിക്കുകയും വീണ്ടും അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ കാര്യങ്ങൾ ഒരുപാട് അതിര് കടന്നു എന്ന് ധൃതരാഷ്ട്രർക്ക് ബോധ്യപ്പെടുകയാണ്. വിദുരരുടെ നിർബന്ധപ്രകാരം ഇത്രയും അനീതിയും അധർമ്മം നടന്നിട്ടും മിണ്ടാതിരുന്ന ധൃതരാഷ്ട്രർ അവസാനം മിണ്ടുകയാണ്. അങ്ങനെ ധൃതരാഷ്ട്രർ പറഞ്ഞപ്പോൾ ദ്രൗപദി ദേവിയെടുത്ത് ചോദിക്കുകയാണ്, ദ്രൗപദി, നിനക്കുണ്ടായ വിഷമങ്ങൾ ഒരുപാടാണെന്നറിയാം. പക്ഷെ എന്നാലും നിൻ്റെ ഈ അവസ്ഥയിൽ നിന്നും ഇതിന് പകരമായിട്ട് എനിക്ക് തരാനൊന്നുമില്ല. പക്ഷെ എന്നാലും നിനക്കിഷ്ടമുള്ള എന്തും ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരനെ അടിമത്തത്തിൽ നിന്നും മോചിതനാക്കാൻ പറയുകയാണ്. വീണ്ടും ധൃതരാഷ്ട്രർ പറയുക, ഇത് ഇനിയും ചോദിക്കൂ, എനിക്ക് തൃപ്തി വരുന്നില്ല, നിനക്ക് നൽകിയിട്ട് ഇനിയും ചോദിക്കാൻ പറയാം. അന്നേരം പറഞ്ഞു, ഭീമനെയും അർജുനെയും നകുല സഹദേവന്മാരെയും മോചിതരാക്കാൻ പറയാം. എന്നിട്ട് പറഞ്ഞു ഇനിയും ചോദിക്കാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞു ഒന്നും വേണ്ട. നേരത്തെ അവരെ മോചിതരാക്കുന്നതിനോടൊപ്പം അവരുടെ ആയുധങ്ങളും തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ മൂന്നാമതും പറഞ്ഞു ഇനിയും ചോദിക്കാൻ പറഞ്ഞപ്പോഴും ദ്രൗപദി ദേവി ഒന്നും പറഞ്ഞില്ല. ദ്രൗപദി ദേവി പറഞ്ഞു, അവരുടെ കഴിവുകൊണ്ട് അവർ സ്വയം നേടിയെടുത്തോളും സമ്പത്തൊക്കെ, അതൊന്നും നമുക്ക് തിരിച്ചു വേണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് കാരണം വീണ്ടും കളിയാക്കുകയാണ്. ഭീമന് വീണ്ടും ദേഷ്യമായി. ഭീമൻ പറഞ്ഞു യുധിഷ്ഠിരനോട്, ഇനിയെങ്കിലും അങ്ങൊരു വാക്ക് പറയൂ, ഇവരെല്ലാം ഞാൻ ഇപ്പം തീർത്തു തരാം. പക്ഷെ എന്നിട്ടും യുധിഷ്ഠിരൻ ഒന്നും വേണ്ടിയില്ല. യുധിഷ്ഠിരൻ കെട്ടിപ്പിടിച്ചിട്ട് ഭീമനോട് പറഞ്ഞു, സഹിക്കൂ, ക്ഷമിക്കൂ. എന്നിട്ട് ധൃതരാഷ്ട്രരോട് പറഞ്ഞു, അങ്ങ് ഏറ്റവും മുതിർന്ന വ്യക്തിയാണ്, അങ്ങ് എല്ലാം കൊണ്ടും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, പറയും നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ധൃതരാഷ്ട്രർ പറയുക, മോനെ യുധിഷ്ഠിര, നിങ്ങളുടെ ധർമ്മത്തെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, അല്ല നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. വെറുതെ പറയുന്നതാണ്, രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും പറയണ്ടേ. അതുകൊണ്ട് നിങ്ങളുടെ രാജ്യമെല്ലാം തിരിച്ചു സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാണ്ഡവർ അവിടുന്ന് യാത്രയാവുകയാണ്. ഇനി നടക്കുന്ന സംഭവമാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്.
21-ാമത്തെ അധ്യായം. പിന്നെ എല്ലാ ഭക്തരുടെയും ശ്രദ്ധയ്ക്ക് 17-ാം തീയതി രാംനവമിയാണ്. ഭഗവാൻ ശ്രീരാമ അവതാരത്തിൽ ഈ ലോകത്തിൽ വന്ന ദിവസമാണ്. അതുകൊണ്ട് ഈ ശനിയാഴ്ച മുതൽ, ഇന്ന് 11-ആണ്, നാളെ 12, 13-ാം തീയതി മുതൽ നമ്മൾ രാമായണ കഥ ചർച്ച ചെയ്യുന്നതായിരിക്കും. രാവിലെ, ഉച്ചയ്ക്കും വൈകുന്നേരത്തും കേട്ടോ. 13-ാം തീയതി മുതൽ 19-ാം തീയതി വരെ. 19-ാം തീയതി ഏകാദശിയാണ്. ആ ദിവസം വരെ നമ്മൾ രാമചരിതം, ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ 17-ാം തീയതിയാണ് രാമനവമി. 19-ാം തീയതി അടിയൻ്റെ ഗുരു മഹാരാജ് പരംപൂജ്യ ജയപതാക സ്വാമി മഹാരാജിൻ്റെ വ്യാസപൂജയും കൂടാണ്. അന്നത്തെ ദിവസം പറ്റുന്ന ഭക്തർ ആശ്രമത്തിൽ വരാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. നോക്കൂ, പറ്റുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അവിടെ വ്യാസപൂജ, ഗുരു മഹാരാജൻ്റെ വ്യാസപൂജ നമ്മൾ അവിടെ ആഘോഷിക്കുന്നതായിരിക്കും. 13-ാം തീയതി ആരംഭിക്കുന്നു രാംനവമി ആഘോഷങ്ങൾ. ഭഗവാന്റെ ലീലകൾ നമ്മൾ 13 മുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും 19-ാം തീയതി വരെ. ഓക്കെ. ഇനി ഇന്നും നാളെയും നമ്മൾ മഹാഭാരതം ചർച്ച ചെയ്യും. ഇന്ന് വൈകുന്നേരത്ത് ഇപ്പോൾ നമ്മൾ മഹാഭാരതം ചർച്ച ചെയ്യുകയാണ്. നാളെ രാവിലെ ഭാഗവതം നമുക്ക് എന്തായാലും എടുക്കണം. വൈകുന്നേരത്തും മഹാഭാരതം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ശനിയാഴ്ച മുതൽ നമ്മൾ രാമായണമായിരിക്കും ചർച്ച ചെയ്യുന്നത് 19-ാം തീയതി വരെ. പിന്നെ 20-ാം തീയതി മുതൽ ജഗന്നാഥ് പുരി മായപ്പൂർ യാത്രയാണ്. അതിനുശേഷം അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ലൈവിൽ വരാൻ ശ്രമിക്കാം. വീഡിയോസ് എടുക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നതായിരിക്കും. പിന്നെ മെയ് മാസം 10-ാം തീയതി മുതൽ 20-ാം തീയതി വരെ വൃന്ദാവൻ യാത്രയുണ്ട്. ആ സമയത്തും ഞാൻ വൃന്ദാവനത്തിൽ തന്നെയാണ്. 20-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഭക്തർ തിരിച്ചു വരും. ഞാൻ അവിടെ തന്നെ ആയിരിക്കും വൃന്ദാവനത്തിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. പിന്നെ നമ്മൾ കാണുന്നത് ബൽറാം ജയന്തിക്ക് മുമ്പായിട്ട്, ബൽറാം ജയന്തിയുടെ അന്ന് ഓഗസ്റ്റ് മാസം, അന്ന് ഒരു സപ്താഹം ആരംഭിക്കുന്നതായിരിക്കും. അന്നായിരിക്കും ഞാൻ തിരിച്ച് കേരളത്തിൽ വരുന്നത്. ഓക്കെ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ചർച്ച തുടരാം. ചൂതുകളിയിൽ നിന്നും എല്ലാവരും പോയതിനു ശേഷം ദുശാസനൻ ദുര്യോധനോട് പറഞ്ഞു, ആ കിളവനെ കൊണ്ട് തോറ്റിരിക്കാം. അദ്ദേഹത്തിന് നല്ല കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ നേടിയെടുത്തത്. എന്നിട്ട് എത്ര നിസ്സാരമായിട്ടാണ് പാണ്ഡവർക്കത് തിരിച്ചു കൊടുത്തത്. ഒരു മാതാജി ചോദിക്കുന്നു, നരസിംഹ ജയന്തി തീർച്ചയായിട്ടും നമ്മൾ ആശ്രമത്തിൽ ആഘോഷിക്കുന്നുണ്ടായിരിക്കും. ആശ്രമത്തിൽ നരസിംഹ ജയന്തി ഉണ്ട്. പറ്റുന്ന ഭക്തരെല്ലാവരും ആശ്രമത്തിൽ വരണം. അന്നേരം ദുശാസനൻ പറഞ്ഞു, വളരെ നിസ്സാരമായിട്ടാണ് പാണ്ഡവർക്ക് അവരുടെ രാജ്യമൊക്കെ തിരിച്ചു കൊടുത്തത്. നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അങ്ങനെ ദുര്യോധനും ദുശാസനും കർണനും ശകുനിയും എടുത്ത് ചോദിച്ചു. അവരെല്ലാവരും ധൃതരാഷ്ട്രയുടെ ഈ പെരുമാറ്റത്തിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഈ ധൃതരാഷ്ട്രം എത്ര വലിയ വിഡ്ഢിയാണ്. വിജയം നമ്മുടെ കയ്യിൽ വന്നതാണ്. പിന്നെ ഇത്രയും വലിയൊരു ബണ്ടത്തരം കാണിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇത് വലിയൊരു തെറ്റാണ് അവർ ചെയ്തതെന്ന് പറഞ്ഞു. എന്നിട്ട് തമ്മിൽ ചർച്ച ചെയ്തു, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആപത്താണ് ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ദുര്യോധൻ്റെ ചാരന്മാർ വന്ന് പറഞ്ഞു, ഈ 5 സഹോദരന്മാരും വളരെ വേഗതയിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിൻ്റെ ഇടയിൽ ഭീമൻ വീണ്ടും വീണ്ടും ഗദയിട്ടിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. അർജുനൻ വീണ്ടും വീണ്ടും ഗാന്ധീവത്തിൻ്റെ ഞാണിങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. നകുല സഹദേവന്മാരും അവരുടെ വാളുകളിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുന്നു. യുധിഷ്ഠിരനും കയ്യിലിങ്ങനെ കുന്തം. യുധിഷ്ഠിരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം കുന്തമാണ്. ആ കുന്തം പിടിച്ച് ഇങ്ങനെ പരിശീലിച്ചുകൊണ്ടേയിരിക്കുന്നു പോകുന്നതിൻ്റെ ഇടയിൽ രഥത്തിലിരിക്കുമ്പോൾ. അന്നേരം അവർക്ക് മനസ്സിലായി, എന്തായാലും പാണ്ഡവർ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പറഞ്ഞു.
ശകുനിയുടെ നിർദ്ദേശപ്രകാരം ദുര്യോധനൻ വീണ്ടും ധൃതരാഷ്ട്രരുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ശകുനി പറഞ്ഞു, വീണ്ടും അവരെ ചൂത് കളിക്കാൻ വിളിക്കാമെന്ന്. ഇപ്രാവശ്യം എന്തായാലും കൗരവർ ജയിക്കണം. എന്നിട്ട് ശകുനി പറഞ്ഞു ദുര്യോധനോട്, എന്താണ് ഇപ്രാവശ്യം നമ്മൾ ചോദിക്കേണ്ടത്? അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നേരെ ധൃതരാഷ്ട്രരുടെ ആ മുറിയിലേക്ക് പ്രവേശിച്ചു. അന്നേരം ഒരു സിംഹാസനത്തിൽ ധൃതരാഷ്ട്രർ ഇരിക്കുന്നതായിട്ട് ദുര്യോധനൻ കണ്ടു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എത്രയും പെട്ടെന്ന് പാണ്ഡവരെ തിരിച്ചു വിളിക്കണം, അല്ലെങ്കിൽ വൈകിപ്പോവും. വലിയ വിഷപ്പാമ്പുകളെയാണ് നമ്മൾ ചവിട്ടി നോവിപ്പിച്ച് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ, പ്രത്യേകിച്ച് അവരുടെ ഭാര്യയെ നമ്മൾ ഇത്രയും അപമാനിച്ച സ്ഥിതിക്ക് അവരിതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇരിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ശക്തരായിട്ടുള്ള ശത്രുക്കളെ ഏതെങ്കിലും മാർഗത്തിലൂടെ നശിപ്പിക്കുന്നതാണ് ബുദ്ധി. അതുകൊണ്ട് നമ്മൾ എന്തായാലും അവരുമായിട്ട് ശത്രുത തുടക്കം കുറിച്ചു. അതിനെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു, പാണ്ഡവരെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അവരുടെ സൗഹൃദ രാജ്യങ്ങളുമായിട്ട് ഒത്തുചേർന്ന് ഹസ്തിനപുരി ആക്രമിക്കും. പാണ്ഡവരുടെ ഇത്രയും അമൂല്യമായിട്ടുള്ള ധനം അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് കൂടുതൽ രാജാക്കന്മാരെ അവരുടെ പക്ഷത്താക്കാൻ പറ്റും. അന്നേരം ദുര്യോധനൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും പാണ്ഡവരെ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ പാണ്ഡവരുടെ രാജ്യം നമ്മുടെ കയ്യിൽ കിട്ടും, പാണ്ഡവരുടെ രാജാക്കന്മാർ നമ്മുടെ കയ്യിൽ കിട്ടും. അന്നേരം അവരുടെ സ്വത്ത് ഉപയോഗിച്ച് കൂടുതൽ രാജാക്കന്മാരെ നമ്മുടെ വശത്താക്കാൻ പറ്റും. പക്ഷെ ആദ്യം നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരനെയും സഹോദരന്മാരെയും ഇവിടുന്ന് മാറ്റണം. എന്നിട്ട് ദുര്യോധനൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു എന്താണ് അവരുടെ പ്ലാനെന്ന്. എന്തായാലും പാണ്ഡവരും കൗരവരും ഒരേപോലെ ഇനി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചൂതുകളിയിൽ ആര് തോൽക്കുന്നുവോ അവർ 13 വർഷത്തേക്ക് വനവാസത്തിന് പോകണം. എന്നിട്ട് അവസാനത്തെ വർഷം അവർ അജ്ഞാതവാസമായിരിക്കണം. അഥവാ അവരെ ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 12 വർഷത്തേക്ക് വനവാസം. ഇതായിരിക്കും നമ്മൾ പന്തയമായിട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടും ധൃതരാഷ്ട്രം ഒന്നും മിണ്ടിയില്ല. പക്ഷെ ധൃതരാഷ്ട്രം ചിന്തിക്കുമായിരുന്നു, തീർച്ചയായിട്ടും പാണ്ഡവർ വലിയൊരു ഭീഷണിയാണ് കൗരവർക്ക്. യുദ്ധത്തിൽ അവരുമായിട്ട് എതിർത്ത് നിന്നു കഴിഞ്ഞാൽ കൗരവർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷെ വീണ്ടും ഒരു ചൂതുകളി, വിതുരരും ഭീഷ്മരും എന്ത് പറയും? എന്തായാലും ഇപ്പം തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ധൃതരാഷ്ട്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യുധിഷ്ഠിരൻ എന്തായാലും ധർമ്മിഷ്ഠനാണ്. അതുകൊണ്ട് യുധിഷ്ഠിരൻ്റെ സഹോദരന്മാരെ അതിര് കടക്കാൻ അനുവദിക്കത്തില്ല എന്ന് ധൃതരാഷ്ട്രം ചിന്തിച്ചു. അന്നേരം ദുര്യോധനൻ നോക്കിയപ്പോൾ ധൃതരാഷ്ട്രർക്ക് പ്രത്യേകിച്ച് താല്പര്യം കാണുന്നില്ല യുദ്ധം ചെയ്യാൻ വേണ്ടി, ഈ ചൂതുകളിക്ക് വേണ്ടി. വീണ്ടും ഈ ദുര്യോധനൻ നിർബന്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും നിർബന്ധിച്ചപ്പോൾ ധൃതരാഷ്ട്രർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, പ്രിയപ്പെട്ട മകനായിപ്പോയി. അതുകൊണ്ട് ദുര്യോധൻ്റെ മുമ്പിൽ ഒരു കാര്യവും പറ്റത്തില്ല, വേണ്ട എന്ന് ധൃതരാഷ്ട്രർക്ക് ഒരിക്കലും പറയാൻ കഴിയുന്നില്ല. എന്നിട്ട് ധൃതരാഷ്ട്രം ചിന്തിച്ചു, ഇനി ദുര്യോധൻ പറഞ്ഞതുപോലെ ഇവർ തന്നെ ജയിക്കുകയാണെങ്കിൽ പാണ്ഡവർ എന്താകും, കുറേ വർഷത്തേക്ക് കാട്ടിലായിരിക്കും. എന്നിട്ട് കൗരവർ തന്നെ ഇന്ദ്രപ്രസ്ഥവും ഹസ്തിനപുരിയും അതുകൂടാതെ ഈ മുഴുവൻ സാമ്രാജ്യം, ഈ ലോകത്തിൻ്റെ സാമ്രാജ്യം മുഴുവൻ ഭരിക്കും ചക്രവർത്തിയായിട്ട്. എന്നിട്ട് അതായത് ധൃതരാഷ്ട്രം ചിന്തിക്കുക, അതായത് ഞാൻ തന്നെ ആയിരിക്കും ചക്രവർത്തി. ഒന്ന് ആലോചിച്ച് നോക്കണേ. യുധിഷ്ഠിരൻ ഇപ്പോൾ ചക്രവർത്തിയാണെങ്കിലും ഈ ഒരു പന്തയത്തിന് ആൾ സമ്മതിച്ചു കഴിഞ്ഞാൽ, അതിൽ തോറ്റു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാട്ടിൽ പോകേണ്ടി വരും.
അന്നേരം എന്തായാലും എനിക്ക് ചക്രവർത്തിയാകാൻ കഴിയും എന്ന് ധൃതരാഷ്ട്രർ സ്വയം ചിന്തിച്ചു. അന്നേരം ധൃതരാഷ്ട്രർ വിചാരിച്ചു, ഇത് തന്നെയായിരിക്കും വിധി, യുധിഷ്ഠിരൻ്റെ വിധി, യുധിഷ്ഠിരൻ്റെ കാട്ടിൽ താമസിക്കാനായിരിക്കും യുധിഷ്ഠിരൻ്റെ യോഗം എന്നൊക്കെ ധൃതരാഷ്ട്രർ ചിന്തിക്കാം. എന്നിട്ട് ഉടൻ തന്നെ ഭീഷ്മരോടോ ദ്രോണരോടോ വിതുരരോടോ ചോദിക്കാതെ ആൾ നിർദ്ദേശം കൊടുത്തു, സൈനികർക്ക് ഒരു ദൂതനെ അയച്ചു, എത്രയും പെട്ടെന്ന് പാണ്ഡവരെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ഒത്തുതീർപ്പിന് വേണ്ടി ഒരു അവസാനത്തെ ചൂതുകളിക്ക് വിളിക്കുകയാണെന്ന് പറയും. ഇത് കേട്ട ഉടൻ തന്നെ ഭീഷ്മരും ദ്രോണരും എല്ലാവരും എതിർത്ത് നിന്നു. പക്ഷെ ധൃതരാഷ്ട്ര ആര് പറയുന്നതും കേൾക്കാൻ തയ്യാറല്ല. അവരുടെ ഉപദേശങ്ങളെയൊക്കെ മറികടന്ന് ദൂതന്മാരെ അയച്ചു, എത്രയും പെട്ടെന്ന് പാണ്ഡവരെ തിരിച്ചു കൊണ്ടുവരാൻ. ഗാന്ധാരി ഇതൊക്കെ കണ്ടിട്ട് ദുര്യോധൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ചിന്തിക്കാതെ എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന കണ്ടിട്ട് ഗാന്ധാരിക്ക് വലിയ വിഷമായി. ദ്രൗപദിക്കെതിരെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഗാന്ധാരി അറിഞ്ഞില്ല എന്നാണ് ഇവിടെ വ്യാസമഹർഷി പറയുന്നത്. അത് കേട്ടപ്പോൾ ഗാന്ധാരിക്ക് ഒരുപാട് വിഷമായി. ഗാന്ധാരി ചിന്തിക്കുന്നു, ദുര്യോധന് സംസ്കാരം തീരെ ഇല്ലാതായിരിക്കുന്നു, ബുദ്ധിയുമില്ല, വിവേകമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ധൃതരാഷ്ട്രർ എപ്പോഴും ഈ മകൻ്റെ എല്ലാ തീരുമാനത്തിനും കൂട്ടുനിൽക്കുന്നു? പാണ്ഡവരുടെ ഭാര്യയെ ഇത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിർത്തിയപ്പോഴും ഇദ്ദേഹം എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന് ഗാന്ധാരി ചിന്തിക്കുന്നു. അങ്ങനെ ധൃതരാഷ്ട്രം ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഗാന്ധാരി ദേവി വന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് ഓർമ്മയില്ലേ വിതുരൻ പറഞ്ഞ കാര്യം? ദുര്യോധൻ ജനിച്ചുടൻ തന്നെ പല പല ദുർനിമിത്തങ്ങൾ കണ്ടിട്ട് വിതുരർ പറഞ്ഞിരുന്നു, ഇവൻ കാരണം ഈ കുലത്തിൻ്റെ നാശമുണ്ടാവുന്നു. ഇപ്പോൾ നമ്മുടെ പോക്ക് ആ ദിശയിലേക്കാണ്. എന്തായാലും ഈ കുലം നശിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ആ ആപത്തിനെ പെട്ടെന്ന് ക്ഷണിച്ചു വരുത്താതെ അതിനെ എത്രത്തോളം നീട്ടാൻ പറ്റുന്നോ അത്രത്തോളം അകലെയാക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്രൂരരായിട്ടുള്ള നമ്മുടെ മക്കൾ പറയുന്നതൊന്നും അങ്ങ് കേൾക്കരുത്. ഒരു തീ അണഞ്ഞിരിക്കുകയാണ്, ആ തീയെ വീണ്ടും ആളി കത്തിക്കാൻ നോക്കാതെ കുന്തി ദേവിയുടെ വളരെ ശാന്തരായിട്ടിരിക്കുന്ന ധർമ്മിഷ്ഠരായിട്ടുള്ള പുത്രന്മാരെ എന്തിനാണ് പ്രകോപിപ്പിക്കാൻ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടും ധൃതരാഷ്ട്രം ഒന്നും മിണ്ടിയില്ല. ഗാന്ധാരി വളരെ ബുദ്ധിമതിയായിരുന്നു. എപ്പോഴും കുരുവംശത്തിൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ചിരുന്നു ഗാന്ധാരി. പക്ഷേ ഇപ്പോഴും ഈ ഒരു സന്ദേശവും ധൃതരാഷ്ട്രൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല എന്ന് വ്യാസമഹർഷി പറയുന്നു. വീണ്ടും ഗാന്ധാരി പറഞ്ഞു, നിങ്ങൾ കാരണമാണ് ഈ ഒരു പ്രശ്നം നമ്മുടെ കുരുവംശത്തിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ആപത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ മക്കളുടെ മൃത്യു അങ്ങ് എന്തിനാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ദുര്യോധനെ എത്രയും പെട്ടെന്ന് തിരസ്കരിക്കുക, ദുര്യോധനെ ഇവിടുന്ന് ഭ്രഷ്ട് കൽപ്പിക്കുക. അവൻ ഈ രാജ്യത്തിൽ വേണ്ട. ബാക്കി നമുക്ക് 99 മക്കളില്ലേ? പക്ഷെ ദുര്യോധൻ കാരണം ഈ 100 മക്കളും ബാക്കിയുള്ള 99 മക്കളും കൂടാതെ ഈ കുലം മുഴുവൻ നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മുതിർന്ന ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ പറയുന്നതൊക്കെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങേക്കും ധർമ്മമൊക്കെ അറിയാവുന്ന ആളല്ലേ, ചതിവിലൂടെയും വഞ്ചനയിലൂടെയും ലഭിക്കുന്ന സ്വത്ത് ഒരിക്കലും നിലനിൽക്കത്തില്ല. പക്ഷെ അതേ സമയത്ത് ധർമ്മത്തിലൂടെ നേടിയെടുക്കുന്നത് തലമുറ കഴിഞ്ഞാലും നിലനിൽക്കും. അതൊന്നും അങ്ങ് മറന്നു പോകരുതെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും ധൃതരാഷ്ട്ര എഴുന്നേറ്റു. എന്നിട്ട് വേറെ എങ്ങോട്ടോ പോവുകയായിരുന്നു. എന്നിട്ട് ആ പോകാനുള്ള രീതിയിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഗാന്ധാരി പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് തന്നെയാണ് വിധി. ഈ കുലം നശിക്കേണ്ടതാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഈശ്വരൻ്റെ ഇച്ഛ അതാണ്. ഈശ്വരൻ്റെ ഇച്ഛ അതാണെങ്കിൽ അതേപോലെ നടക്കട്ടെ, എത്രയും പെട്ടെന്ന് നടക്കട്ടെ. എല്ലാം വിധി കാരണമാണെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണല്ലോ. അതുകൊണ്ട്
പാണ്ഡവരെന്തായാലും വരട്ടെ, ഈ കുലത്തിൻ്റെ നാശം അങ്ങനെയാണ് സംഭവിക്കുന്നത്, അങ്ങനെ നടക്കട്ടെ, എല്ലാം വിധിയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗാന്ധാരിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഗാന്ധാരിയുടെ എല്ലാ പ്രതീക്ഷകളും തീർന്നു. അന്നേരം ഗാന്ധാരി മനസ്സിൽ വിചാരിച്ചു, എന്താ പറയുക, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ധൃതരാഷ്ട്രം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുലം നശിക്കാൻ പോവുകയാണ്. പക്ഷെ ഇതിനെല്ലാം കാരണക്കാരൻ ഇദ്ദേഹം തന്നെയാണ് എന്ന് ഗാന്ധാരി ചിന്തിച്ചു. എന്നിട്ട് ഗാന്ധാരിയുടെ ഭവനത്തിലേക്ക് പോയി. ഇവിടെ പറയുന്നു, പാണ്ഡവർ ഒരുപാട് ദൂരെ പോയിരുന്നു, ഏകദേശം ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ എത്താറായപ്പോഴാണ് വീണ്ടും ദൂതന്മാരെ കണ്ടത്. പ്രതികമനും അവിടെ ഉണ്ടായിരുന്നു. യുധിഷ്ഠിരൻ രഥത്തെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, പ്രതികമൻ പറഞ്ഞു, യുധിഷ്ഠിര, ധൃതരാഷ്ട്രർ അങ്ങേ വിളിച്ചിരിക്കുകയാണ്. ഒരു അവസാന ചൂത് കളിക്ക് വേണ്ടി അങ്ങേ ക്ഷണിച്ചിരിക്കുകയാണ്. ഇത് കേട്ട ഉടനെ യുധിഷ്ഠിരന് മനസ്സിലായി ധൃതരാഷ്ട്രയുടെ ഉദ്ദേശം എന്താണ്. യുധിഷ്ഠിരൻ നിസ്സഹായ അവസ്ഥയിൽ പാണ്ഡവരെ നോക്കിയിട്ട്, സഹോദരന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഈ കളി കളിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ലഭിക്കേണ്ടത് ലഭിക്കും, നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടും. കൗരവർ എന്നെ നശിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ എല്ലാ സ്വത്തുവകകളും പിടിച്ചടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതറിഞ്ഞുകൊണ്ടും എനിക്കിവരുടെ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. എന്നിട്ട് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു. ശ്രീരാമസ്വാമിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു സ്വർണം കൊണ്ടൊരു മാൻ ഈ സൃഷ്ടിയിലില്ല എന്ന്. എന്നിട്ടും രാമൻ്റെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി തന്നെയായിരുന്നു മാരീചൻ്റെ പുറവെ രാമൻ പോയത്. അതേപോലെ ഞാൻ രാമനല്ല, പക്ഷെ എന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും ധർമ്മം നമ്മളെ വീണ്ടും വീണ്ടും ഈ ഒരു ആപത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എൻ്റെ അർത്ഥം ഇത് ഈശ്വര നിശ്ചയം തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് സഹോദരന്മാർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നി. യുധിഷ്ഠിരനും പാണ്ഡവരും മറ്റു സഹോദരന്മാരും എല്ലാവരും തിരിച്ചു വന്നു. യുധിഷ്ഠിരന് നല്ല ഭയമുണ്ടായിരുന്നു. അദ്ദേഹം ഉടനെ ചിന്തിച്ചു, അന്ന് രാജസൂയ യജ്ഞം കഴിഞ്ഞപ്പോൾ വ്യാസമഹർഷി വന്നിട്ട് പറഞ്ഞിരുന്നു വലിയൊരു യുദ്ധം നടക്കാൻ പോവുകയാണെന്ന്. ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രതിജ്ഞ എടുത്തത്. മുതിർന്നവർ പറയുന്നത് എന്താണെങ്കിലും അത് ഞാൻ അനുസരിക്കും, അവർക്കെതിരെ ഒരിക്കലും നിൽക്കത്തില്ല, അവരെന്ത് പറഞ്ഞാലും സ്വീകരിക്കും. അതിലൂടെയെങ്കിലും, കാരണം മുതിർന്നവർക്ക് എന്തായാലും അറിയാമല്ലോ ധർമ്മം എന്താണെന്ന്, അതുകൊണ്ട് അവരൊരിക്കലും എന്തായാലും ധർമ്മം തെറ്റിക്കത്തില്ല. അതുകൊണ്ട് അതാണ് ഏറ്റവും എളുപ്പമാർഗം, അതിലൂടെ എല്ലാ യുദ്ധത്തെയും ശത്രുതയും നിർത്താമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നിട്ടും ആ പ്രതിജ്ഞ തന്നെ ഇപ്പോൾ യുദ്ധത്തിലേക്ക് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് യുധിഷ്ഠിരൻ ചിന്തിച്ചു. എന്നിട്ട് ആൾ വിചാരിച്ചു, ധൃതരാഷ്ട്രരുടെ ഈ ക്ഷണത്തെ ഞാൻ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉടനെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തെ ആക്രമിക്കും. എന്നാൽ ഇനി മുന്നോട്ട് നടക്കേണ്ട യുദ്ധം ഇന്ന് തന്നെ നടക്കേണ്ടി വരും. പക്ഷേ ഇനി ചൂതുകളി കളിച്ചാലോ, എന്താകും, അതെനിക്ക് അറിഞ്ഞൂടാ എന്ന് യുധിഷ്ഠിരൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് യുധിഷ്ഠിരൻ ഹസ്തിനപുരിയിലെത്തി. അവിടെ യുധിഷ്ഠിരനോട് ഇഷ്ടമുള്ള കുറേ രാജാക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു യുധിഷ്ഠിരൻ ഇനി ജയിക്കാൻ കഴിയത്തില്ല എന്ന്. പക്ഷെ എന്നിട്ടും അവസാനമായിട്ട് ചൂത് കളിക്കാനായിട്ടിരിക്കുക. വീണ്ടും പാണ്ഡവർ ഇരുന്നപ്പോൾ ശകുനി പറഞ്ഞു, യുധിഷ്ഠിര, വൃദ്ധനായിട്ടുള്ള രാജാവ് അങ്ങേക്ക് അങ്ങയുടെ സ്വത്തുവകളെല്ലാം തിരിച്ചു നൽകി, അതെന്തായാലും നന്നായി. പക്ഷെ ഇപ്പോൾ സ്വത്തുവകകൾക്കും അപ്പുറത്തായിട്ടുള്ള ഒരു പന്തയമാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഈ ചൂതുകളിൽ ഒറ്റ കളിയേ ഉള്ളൂ. ഈ കളിയിൽ നമ്മൾ തോൽക്കുകയാണെങ്കിൽ നമ്മൾ വനവാസം സ്വീകരിക്കും. നമ്മൾ മരഊരിയും ധരിച്ച്
മാൻതോലും ധരിച്ച് 12 വർഷം വനത്തിൽ കഴിയും. 13ാമത്തെ വർഷം അജ്ഞാതവാസമാണ്. ആ സമയത്ത് നമ്മൾ കാട്ടിൽ താമസിക്കത്തില്ല. നമ്മൾ ഏതെങ്കിലും ഗ്രാമത്തിലോ നഗരത്തിലോ താമസിക്കും. പക്ഷെ നിങ്ങൾ നമ്മളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ 12 വർഷം വനവാസത്തിന് പോകുന്നു. പക്ഷേ നിങ്ങളാണ് കളിയിൽ തോൽക്കുന്നത് എങ്കിൽ നിങ്ങൾ 12 വർഷം വനവാസത്തിന് പോകണം. 1 വർഷം അജ്ഞാതവാസം ഏതെങ്കിലും നഗരത്തിലോ ഗ്രാമത്തിലോ താമസിക്കണം. എന്നിട്ട് നമ്മൾ നിങ്ങളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വീണ്ടും 12 വർഷം വനവാസത്തിന് പോകണം. ഇത് പറഞ്ഞതിന് ശേഷം ശകുനി ഒരു കള്ളച്ചിരി ചിരിച്ചു. എന്നിട്ട് ഏത് കൂട്ടമാണോ തോൽക്കുന്നത് അവരുടെ രാജ്യം ജയിക്കുന്ന പക്ഷത്തിന് കൊടുക്കണം. രാജ്യം അവരുടെ സ്വത്തുവകകളെല്ലാം. അതായത് ദുര്യോധനൻ തോക്കുകയാണെങ്കിൽ ഹസ്തിനപുരി യുധിഷ്ഠിരന് കൊടുക്കണം. അതെന്തായാലും നടക്കത്തില്ല. പക്ഷേ യുധിഷ്ഠിരൻ തോക്കുകയാണെങ്കിൽ ഇന്ദ്രപ്രസ്ഥവും സ്വത്തുവകളെല്ലാം കൊടുക്കണം. ഇതെല്ലാം ചർച്ച ചെയ്തപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും പറഞ്ഞു, നിനക്ക് നാണമില്ലേ ദുര്യോധന? ഇതിലൂടെ വരുന്ന ആപത്ത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നൊക്കെ പല രാജാക്കന്മാരും അവിടെ പറഞ്ഞുകൊണ്ടിരുന്നു. ചിലവർ ധൃതരാഷ്ട്രോട് പറഞ്ഞു, ദുര്യോധന അവൻ ചെയ്യുന്ന മണ്ടത്തരം അവന് മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങൾക്കെങ്കിലും ഒരു ബോധം വേണ്ടേ? ഇതിലൂടെ ഏറ്റവും വലിയ ആപത്തിനെയാണ് അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എത്രയും പെട്ടെന്ന് നിർത്തൂ എന്ന് അവിടെ ഇരുന്ന രാജാക്കന്മാരെല്ലാം ധൃതരാഷ്ട്രോട് പറഞ്ഞു. പക്ഷേ ധൃതരാഷ്ട്രം ഒന്നും തിരിച്ചു മിണ്ടിയില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, ധൃതരാഷ്ട്രൻ നോക്കിയിട്ട് പറഞ്ഞു, ഒരു ക്ഷത്രിയനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ആ വെല്ലുവിളി സ്വീകരിച്ചിട്ട് അതിൽ മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഒരു ക്ഷത്രിയന് കഴിയില്ല. അത് ക്ഷത്രിയൻ്റെ ധർമ്മത്തിന് വിരുദ്ധമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷേ ക്ഷത്രിയനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എപ്പോഴും ഇവിടുന്ന് രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന് വിളിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ അവരെപ്പോഴും തിന്നും കുടിച്ചും ഉറങ്ങിയും ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടും സുഖിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. എപ്പോഴും ഭീഷണിയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് വെക്കണം. ആയുധ കലകൾ പരിശീലിച്ചു കൊണ്ടിരിക്കണം. ശത്രു രാജ്യത്തിൽ നിന്ന് എപ്പോഴും ആക്രമണം വരും. അന്നേരം ഭീരുവിനെ പോലെ അവിടുന്ന് ഓടാനും പാടില്ല. എതിർത്ത് നിൽക്കണം. ആരെങ്കിലും വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അതിന് എന്തായാലും മരണം സംഭവിക്കും. മരണത്തെ പേടിച്ച് യുദ്ധം ചെയ്യാതിരിക്കാനും കഴിയില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ക്ഷത്രിയെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇതാണ് ഒറിജിനൽ ക്ഷത്രിയന്മാരെന്ന് പറയുന്നത്. അവരിവിടെ പറഞ്ഞു, ഞാനൊരു ക്ഷത്രിയനാണ്. അതുകൊണ്ട് എന്നെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ വെല്ലുവിളി സ്വീകരിക്കാതിരിക്കാനും കഴിയില്ല. ഇത് ഞാൻ എപ്പോഴും എൻ്റെ ധർമ്മം പാലിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൂടാതെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ധൃതരാഷ്ട്രർ എന്നെ കളിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പന്തയം എന്തായാലും എനിക്ക് സ്വീകരിച്ചേ പറ്റൂ. എനിക്ക് വേറെ വഴിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കളി ആരംഭിച്ചു. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ശ്വാസം നിർത്തി എന്താകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ എല്ലാവർക്കും അറിയാം. ശകുനി പറഞ്ഞു, ഹാ, ഞാൻ ജയിച്ചു. ഇത് തന്നെയായിരുന്നു എല്ലാവരും കേൾക്കാനിരുന്നത്. സന്തോഷത്തോടു കൂടി ശകുനി തുള്ളിച്ചാടാൻ തുടങ്ങി. കുരു വംശത്തിലെ മുതിർന്ന ഭീഷ്മരും ദ്രോണരും ഒക്കെ വിഷമത്തോടു കൂടി പറഞ്ഞു, ഈ കുലം നശിച്ചു എന്ന് പറഞ്ഞു. ദുര്യോധൻ ചിരിച്ചുകൊണ്ട് സൈനികരോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് മാൻതോല് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ രാജകീയ വേഷങ്ങളൊക്കെ അഴിച്ചുവെച്ച് മാൻതോൽ ധരിച്ചു. ദ്രൗപദി ദേവിയെ കൊണ്ടുപോലും മാൻതോൽ ധരിപ്പിച്ചു എന്നുള്ളതാണ്. ദുശാസന് വലിയ സന്തോഷമായി. ജ്യേഷ്ഠ ദുര്യോധന, ഇനി നമുക്ക് എതിരാളികളില്ലാതെ
എല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ ഭരിക്കാമെന്ന് പറഞ്ഞു. പാണ്ഡവർ ഇതോടുകൂടി തീർന്നു. അവരുടെ അവസ്ഥ ഏറ്റവും ദുഷിച്ച അവസ്ഥയിലേക്ക് പോയി എന്നത്. ദേവന്മാർ നമ്മളെയാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ശത്രുവിനെ തോൽപ്പിച്ചു. കുന്തിപുത്രന്മാർ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് എന്നേക്കുമായിട്ട് വനവാസത്തിലേക്ക് പോവുകയാണ്. ഇത്രയും കാലവും ദുര്യോധനെ പരിഹസിച്ച് അപമാനിച്ച അവരെല്ലാം ഇപ്പം താണ്ടെ ഒന്നുമില്ലാതെ തെരുവിൽ നടക്കാൻ പോവുകയാണ്. ഈ ഒരു അവസരം നന്നായി ആസ്വദിച്ച് ദുശാസനൻ വീണ്ടും വീണ്ടും പാണ്ഡവരെ ക്രൂര വാക്കുകൾ കൊണ്ട് അപമാനിച്ചുകൊണ്ടേയിരുന്നു. പാണ്ഡവരെ എല്ലാവിധ രാജകീയ വേഷത്തെയും മാറ്റിവെച്ചിട്ട് മാൻതോല് ധരിച്ചപ്പോൾ 5 ശക്തരായിട്ടുള്ള ഋഷിമാരെ പോലെ തോന്നി കാണുന്ന എല്ലാവർക്കും. പക്ഷെ എന്നിട്ടും ദുശാസനൻ പറഞ്ഞു, ഇത്രയും വൃത്തികെട്ട ആൾക്കാർ അഭാഗ്യരാണ്, ഇവർ പോകുന്നിടത്ത് എല്ലാം നഷ്ടമേ ഉണ്ടാവുന്നു. അതിനുശേഷം ദുശാസനൻ ദ്രൗപദി ദേവിയെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ അച്ഛൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് നിന്നോട്. പാണ്ഡവർക്ക് എന്തിനാണ് നിന്നെ കൊടുത്തത്? ഇത്രയും നപുംസകങ്ങളെ പോലെ ആണത്വം ഇല്ലാത്ത 5 ഭർത്താക്കന്മാരെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ കാട്ടി നിന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? നമ്മൾ കൗരവരിൽ നിന്ന് ആരെങ്കിലും നീ തിരഞ്ഞെടുക്കൂ, അതോടുകൂടി നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരത്തില്ലേ? നിന്റെ സമയം എന്തിനാ ഇങ്ങനെ പാഴാക്കി കളയുന്നു? ഹരേ കൃഷ്ണ. ഒരു സിംഹത്തെ പോലെ ഭീമസേനൻ ദുശാസന്റെ അടുത്തോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, എടാ നീച മൃഗമേ, നിന്നെ പോലെ സംസാരിക്കാൻ നിന്നെ പോലെ നീചന്മാർക്ക് കഴിയും. ഒരു ശകുനിയുടെ ബലത്തിൽ ചൂതുകളിയിലൂടെ അല്ലടാ നിന്റെ ബലം കാണിക്കേണ്ടത്. യുദ്ധക്കളത്തിൽ നിന്റെ ഹൃദയം പിളർത്തി ഞാൻ നിന്റെ ഹൃദയം പുറത്തെടുത്തില്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞു. നിന്നെയും നിന്റെ കൂട്ടത്തിലുള്ള എല്ലാവന്മാരും ഞാൻ യമപുരിയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടും ദുശാസനൻ തുള്ളിച്ചാടി ഭീമന്റെ മുമ്പിൽ കളിച്ച് ചിരിച്ച് നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. ഭീമൻ എങ്ങനെയൊക്കെയോ നിയന്ത്രിച്ചു സ്വന്തം ദേഷ്യത്തെ. വീണ്ടും ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിന്നു. എന്നിട്ട് വീണ്ടും ദുശാസനോട് പറഞ്ഞു, വെറും ചതിവിലൂടെ ഇത്രയും ജയിച്ചിട്ട് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്? എൻ്റെ പ്രതിജ്ഞ നീ മറന്നു പോകരുത്. യുദ്ധക്കളത്തിൽ നിന്റെ നെഞ്ച് കീറി നിന്റെ രക്തം ഞാൻ കുടിക്കും. അതിനുശേഷം നിന്റെ എല്ലാ സഹോദരന്മാരെയും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അന്നേരം ഇതിനു മുമ്പേ ഭീമൻ 2 പ്രതിജ്ഞയായിരുന്നു എടുത്തത്. ഒന്ന് ദുശാസന്റെ നെഞ്ചു കീറി രക്തം കുടിക്കുമെന്നും, രണ്ടാമത് ദുര്യോധന്റെ തൊട അടിച്ചു പൊട്ടിക്കുമെന്നും. ഇപ്പം 3ാമത് ഒരു പ്രതിജ്ഞ എടുത്തു, നിന്നെ പോലെ നിന്റെ എല്ലാ സഹോദരന്മാരെയും 100 ധൃതരാഷ്ട്രപുത്രന്മാരെയും ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊല്ലുമെന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ ഇതെല്ലാം കേട്ടിട്ടും എന്ത് പറയണമെന്നറിയാതെ നേരെ കവാടത്തിൻ്റെ അവിടോട്ട് പോയി. തൊട്ട് പുറകിൽ സഹോദരന്മാരും ദ്രൗപദി ദേവിയുണ്ട്. ദുര്യോധൻ കളിയാക്കി ഭീമന്റെ അടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ഭീമനെ അടുത്തുകൂടെ പോയി കളിയാക്കിക്കൊണ്ടേയിരുന്നു, ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചു. ഭീമൻ പറഞ്ഞു, ഇതിലൂടെ നീ ജയിച്ചു എന്ന് കരുതരുത്. ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്റെ സഹോദരന്മാരെ എല്ലാവരെയും കൊല്ലുന്നു. നമ്മൾ ആരും ഇതൊന്നും ഒരിക്കലും മറന്നു പോകത്തില്ല, നീ ഓർത്ത് വച്ചിരിക്കാൻ പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും ധൃതരാഷ്ട്രം മിണ്ടാതിരിക്കുകയാണ്. ഇത് ഓരോന്നും കേൾക്കുന്നതിനനുസരിച്ച് ഭീഷ്മർക്കും വിതുരർക്കും ദ്രോണർക്കും കൃപാചാര്യനും എല്ലാം വലിയ വിഷമമായിക്കൊണ്ടേയിരിക്കുകയാണ്. അവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാണ്ഡവർ വനവാസത്തിന് പോകുന്നത് കണ്ടിട്ട്. അവരെല്ലാം നിസ്സഹായ അവസ്ഥയിൽ ധൃതരാഷ്ട്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അവർ സഭാമന്ദിരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പേ ധൃതരാഷ്ട്രരെ നോക്കി ഭീമൻ പറഞ്ഞു, രാജാവേ, അങ്ങ് കേൾക്കൂ. ഞാൻ ദുര്യോധനെയും ദുര്യോധന്റെ എല്ലാ സഹോദരന്മാരെയും കൊല്ലും. അർജുനൻ കർണനെ കൊല്ലും. സഹദേവൻ ഈ ദുഷ്ടനായ ശകുനിയെ കൊല്ലും. ഇത് ദേവന്മാർ എൻ്റെ വാക്കുകളെ സത്യമാക്കും. ദുര്യോധനെ എൻ്റെ ഗദ കൊണ്ട് അടിച്ച് അവൻ്റെ തുട ഞാൻ പൊട്ടിക്കും. എന്നിട്ട് അവൻ്റെ നെഞ്ചത്ത് ഞാൻ എൻ്റെ കാല് വയ്ക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അർജുനൻ പറഞ്ഞു, ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ പറയുന്നത് ഒരിക്കലും അസത്യമാകത്തില്ല. അതുകൊണ്ട് 14-ാമത്തെ വർഷം എൻ്റെ ജ്യേഷ്ഠനായ ഭീമസേനൻ പറഞ്ഞതുപോലെ ഞാൻ കർണനെ വധിക്കും. ഇത്രയും അസൂയുള്ള നീചനായിട്ടുള്ള ആ കർണനെ ഞാൻ വധിക്കും. അതുകൂടാതെ ആരൊക്കെയാണോ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആ രാജാക്കന്മാരെ എല്ലാവരെയും ഞാൻ കൊല്ലും. ഞാനിത് പറഞ്ഞത് സത്യമല്ലെങ്കിൽ ഹിമാലയം അവിടെ നിൽക്കത്തില്ല. സൂര്യൻ്റെ രശ്മിക്ക് ഒരിക്കലും ചൂട് കാണത്തില്ല, അത് തണുത്തു പോവും. പക്ഷെ ഞാൻ ഉറപ്പ് നൽകുന്നു, എങ്ങനെയാണോ ഹിമാലയം ഉറച്ചു നിൽക്കുന്നത്, സൂര്യൻ്റെ ചൂടിനൊരു മാറ്റമില്ലാത്തത്, അതേപോലെ എൻ്റെ പ്രതിജ്ഞ ഉറച്ചതാണെന്ന് പറഞ്ഞു. എന്തായാലും 14 വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങളെ എല്ലാവരെയും കൊന്നിട്ട് നമ്മൾ വീണ്ടും ഈ രാജ്യം ഭരിക്കുമെന്ന് പറഞ്ഞു. കാരണം അർജുന് ഉറപ്പായിരുന്നു ദുര്യോധൻ ഒരിക്കലും തിരിച്ച് അവരുടെ രാജ്യം കൊടുക്കത്തില്ല എന്ന്. അതുകൊണ്ട് യുദ്ധം എന്തായാലും നടക്കുമെന്ന് അർജുൻ അറിയായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. അർജുൻ പറഞ്ഞു തീർന്ന ഉടനെ സഹദേവനും ഒരു പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കണ്ണ് ചുമന്ന് പറഞ്ഞു, ശകുനി, നിന്റെ കുലത്തിൻ്റെ ഏറ്റവും വലിയ അപമാനം നീയാണ്. നീ ഈ ചൂതുകളി ഉപയോഗിച്ച്, ഈ പകിട ഉപയോഗിച്ച് നമ്മളെല്ലാം വേദനിപ്പിച്ചു. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തോളൂ. കാരണം ഞാൻ തിരിച്ചു വരുമ്പോൾ യുദ്ധക്കളത്തിൽ നീ ജീവനോടെ ബാക്കി നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. നകുലനും പ്രതിജ്ഞ എടുത്തു, ദുര്യോധന്റെ കൂട്ടത്തിലുള്ള എല്ലാ രാജാക്കന്മാരെയും ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ പറയുകയാണ്, രാജാവേ, ഞാൻ എല്ലാ കുരു വംശത്തിലെ എല്ലാ മുതിർന്നവരെയും ഞാൻ ബഹുമാനിക്കുന്നു. വനവാസത്തിന് ശേഷം നമുക്ക് നേരിട്ട് കാണാം. ഞാൻ നിങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുന്നു. 4 സഹോദരന്മാരും പറഞ്ഞത് എന്താണ്? യുധിഷ്ഠിരൻ പറഞ്ഞത് എന്താണ് അല്ലേ? ഇത് കേട്ടപ്പോൾ ഈ കുരുവംശത്തിലെ പ്രമുഖര് ധൃതരാഷ്ട്രർക്കോ ഭീഷ്മർക്കോ ദ്രോണർക്കോ വിതുരർക്കോ പറയാൻ പോലും നാണം തോന്നി. പക്ഷെ എന്നിട്ടും അവർ പ്രാർത്ഥിച്ചു, പാണ്ഡവർക്കെല്ലാം നന്മയും വരട്ടെ എന്ന്. പക്ഷെ വിതുരർ സംസാരിച്ചു. വിതുരർ പറഞ്ഞു, നിങ്ങളുടെ അമ്മ കുന്തി ഭാഗ്യവതിയാണ്. അവർ പാവം വൃദ്ധയാണ്. അവർക്കൊരിക്കലും ഈ കാട്ടിലെ ജീവിതം സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുന്തി ദേവിയെ ഞാൻ എൻ്റെ വീട്ടിൽ നോക്കിക്കൊള്ളാം. കുന്തി ദേവി എൻ്റെ ഭവനത്തിൽ തന്നെ കഴിയുന്നതല്ലേ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ അന്ന് സമ്മതിച്ചു. അങ്ങ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. എൻ്റെ അമ്മ എന്നും സുരക്ഷിതം അങ്ങയുടെ ഭവനത്തിൽ തന്നെയാണ് പറഞ്ഞു. അങ്ങ് എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്തുമാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നങ്ങ് പറയുന്നത്. ഇനി വിതുരർ പറയുവാണ് യുധിഷ്ഠിരനോട്, യുധിഷ്ഠിര, ഈ ഭരതവംശത്തിലെ അഭിമാനമാണ് നീ. ഇത്രയും വിഷമാവസ്ഥകൾ ഉണ്ടായിട്ടും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ ഇപ്പോഴും ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് നീ ഒട്ടും ഭയപ്പെടരുത്, വിഷമിക്കരുത്. ചതിവിലൂടെയും പാപത്തിലൂടെയാണ് നിന്നെ തോൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിനക്കതിൽ ഒരു അപമാനവും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സന്തോഷത്തോടു കൂടി കാട്ടിൽ താമസിക്കൂ. അവിടെ ശ്രേഷ്ഠരായിട്ടുള്ള ഋഷിമാർ നിങ്ങൾക്ക് അനുഗ്രഹം നൽകും, അറിവും നൽകും. ഏറ്റവും പതിവ്രതയായിട്ടുള്ള ദ്രൗപദിയും നിന്റെ കൂട്ടത്തിലുണ്ട്.
നിങ്ങൾക്ക് ഋഷിമാരിൽ നിന്നും ഒരുപാട് സജ്ജനങ്ങളിൽ നിന്നും ഒരുപാട് അറിവുകൾ ഇനിയും ലഭിക്കും. അതുകൂടാതെ ഈ ഒരു വനവാസ സമയം നിങ്ങളുടെ ആധ്യാത്മിക ശക്തിയെ വർദ്ധിപ്പിക്കാൻ നല്ലൊരു അവസരമാണ്. സാക്ഷാൽ ധൗമ്യ ഋഷിയും നാരദ മഹർഷിയും ഇനിയും നിങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സമ്പത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിലും ഇതിന്നും വലിയ സമ്പത്തും ഐശ്വര്യം എന്നെന്നും നിലനിൽക്കുന്ന അത് ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അവസരം. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും വിതുരർ അവർക്ക് കൊടുത്തു. എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ച് സന്തോഷത്തോടുകൂടി വരട്ടെ എന്ന് അനുഗ്രഹിച്ചു. അതുകൂടാതെ പ്രാർത്ഥിച്ചു, എല്ലാ ദേവന്മാരിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കട്ടെ, ഇന്ദ്രനിൽ നിന്ന് നിങ്ങൾക്ക് ജയം ലഭിക്കട്ടെ, യമരാജനിൽ നിന്ന് നിങ്ങൾക്ക് ക്ഷമ ലഭിക്കട്ടെ, കുബേരനിൽ നിന്നും ദാനശീലത ലഭിക്കട്ടെ, വരുണനിൽ നിന്നും ഇന്ദ്രിയ നിയന്ത്രണത്തിനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ, വായുവിൽ നിന്നും ശക്തി ലഭിക്കട്ടെ, ഭൂമിയിൽ നിന്നും സഹനശക്തി ലഭിക്കട്ടെ, സൂര്യദേവനിൽ നിന്ന് എല്ലാ ഊർജവും ലഭിക്കട്ടെ. എന്നിട്ട് വിതുരർ പറഞ്ഞു, കുന്തിപുത്ര, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. നീ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരിക്കലും നിന്നെ ആരും കുറ്റം പറയത്തില്ലെന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ നന്ദി പറഞ്ഞു ഈ വിതുരരുടെ അനുഗ്രഹത്തിന്. എന്നിട്ട് നമസ്കരിച്ചു ഭീഷ്മരെയും ദ്രോണരെയും. അവരും എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുത്തു. എന്നിട്ട് അവർ സഭയിൽ നിന്നും പുറത്തു പോവുകയാണ്. അങ്ങനെ എല്ലാവരും പോകുന്നതിൻ്റെ ഇടയിൽ ദ്രൗപദി ദേവി കുന്തി ദേവിയെടുത്ത് അനുമതി ചോദിക്കാനായിട്ട് പോയി. ദ്രൗപദി ദേവി അകത്തോട്ട് കയറിയപ്പോൾ എല്ലാവരും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ്രൗപദിയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് വിഷമം കൊണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെയുള്ള എല്ലാവരും കുന്തി ദേവി കെട്ടിപ്പിടിച്ചു ദ്രൗപദിയെ. ദ്രൗപദി ദേവി നമസ്കരിച്ചു. കരഞ്ഞുകൊണ്ട് കുന്തി ദേവി പറഞ്ഞു, മോളെ, ഈ ഒരു ആപത്തിൽ നിന്നും നീ ഒട്ടും വിഷമിക്കരുത്. ശ്രേഷ്ഠരായിട്ടുള്ള നാരീജനങ്ങൾ എപ്പോഴും ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. എപ്പോഴും ഭർത്താക്കന്മാരെന്താണോ പറയുന്നത് അത് തന്നെ കേൾക്കുക. സന്തോഷത്തോടുകൂടി അവരുടെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നീ പതിവ്രതയാണ്, അതുകൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഈ കുരുവംശത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനം നീ തന്നെയാണ്. ഈ കുരുവംശത്തിൻ്റെ വലിയ ഭാഗ്യമാണ് നിന്റെ ക്രോധാഗ്നിയിൽ അവരൊന്നും ഭസ്മമാകാത്തത്. അതുകൊണ്ട് നീ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. എന്നിട്ട് കുന്തിദേവി ഒരിക്കലും മക്കളിൽ നിന്ന് പിരിഞ്ഞു നിന്നിട്ടില്ല. ഇനിയിപ്പോൾ 13 വർഷം അവരെ കാണാതിരിക്കുകയാണ്. എന്നിട്ട് കുന്തിദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുട്ടികളെ മോള് നന്നായി നോക്കണേ, പ്രത്യേകിച്ച് സഹദേവനെ. സഹദേവൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവൻ, അവൻ കൊച്ചു കുട്ടിയാണ്, അവനെക്കുറിച്ച് എനിക്ക് എപ്പോഴും ചിന്തയാണെന്ന് പറഞ്ഞു. ദ്രൗപദി പറഞ്ഞു, തീർച്ചയായിട്ടും അമ്മേ, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇപ്പോഴും ദ്രൗപദി ദേവി ആ ഒറ്റ വസ്ത്രത്തിലിരിക്കുകയാണ്, രക്തം പുരണ്ട ആ ഒറ്റ വസ്ത്രത്തിൽ. എന്നിട്ട് മുടി ഇങ്ങനെ അഴിച്ചു കിടക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ദ്രൗപദി ദേവി അവിടെ നിന്ന് പോവുകയാണ്. കുറേ ദൂരം കുന്തി ദേവിയും പുറവേ പോയി. പുറത്തു വന്നപ്പോൾ കുന്തി ദേവി കണ്ടു, രാജകീയ വേഷങ്ങളൊക്കെ മാറ്റി മാൻതോലും ധരിച്ചുകൊണ്ടിരിക്കുന്നു 5 പുത്രന്മാരും. എന്നിട്ട് അവരുടെ ചുറ്റും പല പല ശത്രുക്കളും അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവരുമായിട്ട് സൗഹൃദമുള്ളവരെല്ലാം വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് കുന്തി ദേവി മക്കളെ എല്ലാവരും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ധർമ്മിഷ്ഠരാണ്, സംസ്കാരമുള്ളവരാണ്, ഭഗവാന്റെ ഭക്തരാണ്, എപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കാനും അവരുടെ സേവനം ചെയ്യാനും താല്പര്യമുള്ളവരാണ്. എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പാപം ചെയ്തതായിട്ട് എനിക്കൊരു ഓർമ്മ പോലുമില്ല. തീർച്ചയായിട്ടും എൻ്റെ വയറ്റിൽ ജനിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വിഷമം വരുന്നത്.
അല്ലെങ്കിൽ പിന്നെ നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഗുണങ്ങളുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എനിക്കറിയത്തില്ല. എൻ്റെ മക്കളായിട്ട് ജനിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നു. ഹരേ കൃഷ്ണ. വീണ്ടും വീണ്ടും കുന്തി ദേവി പാവം കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് കുന്തി ദേവി പറയുക, ഈ ഏറ്റവും അസഹനീയമായിട്ടുള്ള കാടുകളിലൊക്കെ നിങ്ങൾ എങ്ങനെ താമസിക്കും? എന്നിട്ട് പറഞ്ഞു, മാദ്രി ഏറ്റവും ഭാഗ്യവതിയാണ്. കാരണം ഈ ദിവസമൊന്നും മാദ്രിയെ കാണേണ്ടി വന്നില്ലല്ലോ. എന്നിട്ട് വീണ്ടും വീണ്ടും കുന്തി ദേവി വിഷമിച്ച് കരയാണ്. മക്കളെ, നിങ്ങളെ ലഭിക്കാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ലഭിച്ചിട്ട് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് എനിക്കിവിടെ ഇരിക്കാൻ കഴിയില്ല, ഞാനും കൂട്ടത്തിൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞ് വരികയാണ്. കൃഷ്ണനോട് പറയാം, കൃഷ്ണ ദ്വാരകാനാഥ, അങ്ങ് എവിടെയാണ്? ഈ ഒരു അവസ്ഥയിൽ അങ്ങ് എവിടെ പോയി ഒളിച്ചിരിക്കും? എൻ്റെ മക്കൾക്കും എനിക്ക് ഈ ഒരു ആപത്തിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുത്തതല്ലേ. എത്രയോ ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തർ പറയുന്നു, ഭക്തർക്കൊരു ആപത്ത് വരുമ്പോൾ അങ്ങ് എപ്പോഴും കൂട്ടത്തിലുണ്ടെന്ന്. ഇപ്പോൾ എന്താണ് അത് അസത്യമായി ഭവിക്കുന്നത്? എന്നിട്ട് കുന്തി ദേവി വീണ്ടും കുരുവംശത്തിലെ എല്ലാവരെയും കുറ്റം പറഞ്ഞു. എൻ്റെ ശ്രേഷ്ഠരായിട്ടുള്ള ധർമ്മിഷ്ഠരായിട്ടുള്ള കുട്ടികളെ കാട്ടിൽ പറഞ്ഞയച്ചിട്ട് ഇവരെന്ത് ധർമ്മമാണ് ഈ മുതിർന്ന കുരുവംശത്തിലുള്ള അവരൊക്കെ ചെയ്യുന്നത്? എന്നിട്ട് കുന്തി ദേവി സഹദേവനെ കണ്ടിട്ട് പറയാം, മോനെ സഹദേവ്, നീ പോകണ്ട, നിന്നെ പിരിഞ്ഞെനിക്ക് കഴിയില്ല, ബാക്കി 4 പേരും പോട്ടെ, നീ മാത്രം പോകരുത് എന്ന് പറഞ്ഞു. നീ എൻ്റെ കൂട്ടത്തിൽ നിൽക്കൂ, എനിക്ക് ആരും ഇല്ല, നീയെങ്കിലും എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നു. ഈ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് പാണ്ഡവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. സഹദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തിയുടെ പുത്രൻ പോലെയല്ല, മാദ്രിയുടെ പുത്രനാണ്. പക്ഷേ കുന്തി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ സഹദേവനാണ്. ഹരേ കൃഷ്ണ. എന്താ പറയല്ലേ, ഈ ഒരു സ്നേഹം, സന്തോഷമുള്ളപ്പോഴും ദുഃഖം വരുമ്പോഴും ഉയർച്ചയും താഴ്ചയും ഏത് അവസ്ഥയിലും മാനമാണെങ്കിലും അപമാനം, അതാണ് പാണ്ഡവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. കുന്തിദേവി പറഞ്ഞു, എൻ്റെ വയറ്റിൽ നിന്ന് ജനിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം സംഭവിച്ചത്. പക്ഷേ ഇത്രയും സദ്ഗുണസമ്പന്നയായിട്ടുള്ള ആ മഹതിയുടെ മക്കളായതുകൊണ്ടല്ലേ പാണ്ഡവർ ഇത്രയും ശ്രേഷ്ഠരാകുന്നത്. ആലോചിച്ചു. എന്നിട്ട് സ്വന്തം മക്കളോട് ഈ സ്നേഹം തോന്നുവാണെങ്കിൽ വളരെ സ്വാഭാവികം എന്ന് പറയാം. പക്ഷെ മാദ്രിയുടെ മകനോട് ഇത്രയും സ്നേഹം കുന്തിദേവിക്ക് തോന്നുകയാണെങ്കിൽ ആ കുന്തിദേവിയുടെ ഹൃദയം എത്ര നിസ്വാർത്ഥമാണ്, എത്രയും ശ്രേഷ്ഠമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാണ്ഡവർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റിയില്ല, കരഞ്ഞുകൊണ്ടേയിരുന്നു. എങ്ങനെയൊക്കെയോ കുന്തിദേവി ആശ്വസിപ്പിച്ചു. എന്നിട്ട് അവർ അവിടെ നിന്ന് യാത്രയാവുകയാണ്. വിതുരർ കുന്തിദേവിയുടെ കൈ പിടിച്ചു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇത് കണ്ടിട്ട് ഗാന്ധാരിയും ബാക്കിയുള്ള സ്ത്രീജനങ്ങളും കരഞ്ഞു. അവരുടെ മുഖമൊക്കെ കരഞ്ഞ് അവരുടെ മുഖം മറച്ചു. അവർ അത്രയ്ക്ക് വിഷമത്തിലെ അവസ്ഥയാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ഹസ്തിനപുരിയുടെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പാണ്ഡവരെ ആരും ഇങ്ങനെ തെരുവിലൂടെ നടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവരുടെ ഈ വനവാസത്തിൻ്റെ കഥ എല്ലാവരും അറിഞ്ഞു. ഉടൻ തന്നെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. ധൗമ്യ ഋഷിയും മുന്നോട്ട് പോകുന്നു. അവരുടെ കൂട്ടത്തിൽ പാണ്ഡവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു അധ്യായം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത അധ്യായത്തിൻ്റെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് എടുക്കാം. റെഡിയല്ലേ എല്ലാവരും? റെഡിയല്ലേ? കാരണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ അടുത്ത അധ്യായത്തിലുണ്ട്. എല്ലാവരും ഓക്കെ അല്ലേ?
ഓക്കെ, അടുത്ത അധ്യായം. പാണ്ഡവർ അവിടുന്ന് പോയതിന് ശേഷം ധൃതരാഷ്ട്രർ കൂടുതൽ വിഷമത്തിലായി. ധൃതരാഷ്ട്രരുടെ ഉള്ളിലെ ഭയം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ധൃതരാഷ്ട്രർ ചിന്തിക്കുകയാണ്, എൻ്റെ മക്കൾക്ക് എന്തായാലും ശാന്തമായിട്ടിരിക്കാൻ കഴിയില്ല. ധൃതരാഷ്ട്രർ ഉള്ളിലെ ആ മുറിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരുന്നു. ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് വിതുരരെ വിളിച്ചു. അങ്ങനെ വിതുരരെത്തിയപ്പോൾ ധൃതരാഷ്ട്രർ വിതുരരോട് പറഞ്ഞു, വിതുരരെ, വിസ്തരിച്ച് പറയൂ, പാണ്ഡവർ ഏത് മനോഭാവത്തിലാണ് ഇവിടെ നിന്ന് പോയത്? അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. യുധിഷ്ഠിരന്റെ മുഖഭാവം എങ്ങനെയായിരുന്നു? പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഭീമന്റെ മുഖഭാവം എങ്ങനെയായിരുന്നു? അർജുൻ്റെ എങ്ങനെയായിരുന്നു? നകുല സഹദേവന്മാരുടെ എങ്ങനെയായിരുന്നു? ദ്രൗപദിയുടെ മുഖഭാവം എങ്ങനെയാണോ? എല്ലാം വിസ്തരിച്ച് പറയൂ. എന്നിട്ട് ധൗമ്യ ഋഷിയും എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പേ ഒരിക്കലും കേൾക്കാത്തൊരു ഭാഗമാണ്. വിതുരർ പറഞ്ഞു, യുധിഷ്ഠിരൻ മുഖം മറച്ചിട്ടാണ് പോയെന്ന് പറഞ്ഞു. ഒരു തുണി വെച്ച് മുഖം മറച്ചു. ഭീമസേനൻ ഈ കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയായിരുന്നു. ഇങ്ങനെ രണ്ട് കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കിയാണ് പോകുന്നത്. യുധിഷ്ഠിരൻ്റെ ഇത് തുണി വെച്ച് മുഖം മറിച്ചിട്ടാണ് പോയത്. ഭീമസേനൻ ഇങ്ങനെ കൈകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അർജുൻ ആണെങ്കിൽ നടക്കുന്ന സമയത്ത് കാല് വെച്ച് മണൽ ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് കാലും വെച്ച് മണൽ ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇങ്ങനെ ചവിട്ടി തെറിപ്പിക്കത്തില്ലേ മണലൊക്കെ, അതേപോലെ ഇങ്ങനെ കാല് വെച്ച് ചവിട്ടി എറിയുന്നു, ഇങ്ങനെ ഒരു ചവിട്ടി എറിയുന്നു, ഇങ്ങോട്ട് ചെറിയ അന്നേരം മണൽ ഇങ്ങനെ തെറിപ്പിച്ച് നടക്കുകയായിരുന്നു. സഹദേവനാണെങ്കിൽ മുഖം മുഴുവൻ ചെളി കൊണ്ട് മുഴുവൻ മറച്ചു എന്ന് പറഞ്ഞു. മുഖത്ത് മുഴുവൻ ചെളി വാരി തേച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് നകുലനാണെങ്കിൽ ദേഹം മുഴുവൻ ഭസ്മം കൊണ്ട് പൂശി എന്ന് പറഞ്ഞു. ചാരം കൊണ്ട് ദേഹം മുഴുവൻ മറച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ദ്രൗപദി ദേവി കണ്ണീരൊഴുകിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് മുടിയെല്ലാം അഴിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ധൗമ്യ ഋഷി ഏറ്റവും മുന്നിൽ കയ്യിലൊരു കുശപ്പുല്ലും പിടിച്ചുകൊണ്ട് ഏറ്റവും ഭയാനകരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക. സാമവേദത്തിൽ നിന്നും യമരാജനെ ക്ഷണിക്കുന്ന മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ധൃതരാഷ്ട്രർക്ക് മനസ്സിലായില്ല. പറഞ്ഞു, എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം? ഇവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. വിതുരർ വിശദീകരിച്ച് പറയുകയാണ്, അങ്ങും അങ്ങയുടെ മക്കളും ചതിവിലൂടെ യുധിഷ്ഠിരനിൽ നിന്നും എല്ലാം തട്ടിയെടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങയോട് ഒരു പ്രതികാരവുമില്ല, ഒരു ദേഷ്യമില്ല, ഒരു ശത്രുതയില്ല. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം മുഖം മറച്ചു വെച്ചിരിക്കുന്നു? ഉള്ളിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. അന്നേരം ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ വിഷമത്തോടുകൂടി ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ അമംഗളവും നടക്കും. യുധിഷ്ഠിര മഹാരാജ് കി ജയ്. ഇത്രയും നമുക്ക് പറയാൻ പറ്റൂ, വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. യുധിഷ്ഠിരൻ ഇപ്പോഴും എന്തു പറയുന്നേ, കൗരവരോടോ അവരോടോ ഒരു ശത്രുതാ മനോഭാവമില്ല. ധർമ്മത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല.
പക്ഷെ ആൾ എന്തിനാണ് മുഖം മറച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആള് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ, ഇദ്ദേഹം ധർമ്മിഷ്ഠനായതുകൊണ്ട്, ഇത്രയും ധർമ്മിഷ്ഠനായിട്ടുള്ള വ്യക്തി വിഷമത്തോടു കൂടി ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എല്ലാ അമംഗളവും തുടങ്ങും. അതുകൊണ്ട് എൻ്റെ വിഷമം മറ്റൊരാളിലേക്ക് എത്തരുത്, ഞാൻ കാരണം മറ്റൊരാൾക്ക് ദുഃഖമുണ്ടാകരുത് എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ മുഖം മറയ്ക്കുകയാണ്. ഹരേ കൃഷ്ണ. എന്താ പറയല്ലേ? ഇനി അജ്ഞാതവാസത്തിൽ മത്സ്യരാജ്യത്തിലെ രാജാവ് ദേഷ്യം കൊണ്ട് പകിട എറിഞ്ഞ് യുധിഷ്ഠിരൻ്റെ മുഖം പൊട്ടിക്കും. ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ദ്രൗപദി ദേവി ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ പിടിക്കും. എന്തുവെന്നറിയാം? കാരണം യുധിഷ്ഠിരൻ്റെ രക്തം ആ രാജ്യത്തിൽ വീണു കഴിഞ്ഞാൽ തീർന്നു, ആ രാജ്യം ഭസ്മമായിപ്പോ. അത്രയ്ക്ക് ശ്രേഷ്ഠനാണ് യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ്റെ രക്തം ഏതെങ്കിലും ഒരു രാജ്യത്തിൽ വീണു കഴിഞ്ഞാൽ ആ രാജ്യം ഭസ്മമായി പോകും. അവിടെ എല്ലാ അധർമ്മവും, അവിടെ പിന്നെ മംഗളമായിട്ട് ഒന്നും നടക്കത്തില്ലെന്നുള്ളതാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠനാണ് യുധിഷ്ഠിരൻ. എന്താ പറയല്ലേ? അന്നേരം പിന്നെ യുധിഷ്ഠിരൻ മുഖം മറച്ചു എന്ന് പറഞ്ഞു. ഭീമൻ എന്തിനാണ് കൈ ഇങ്ങനെയൊക്കെ കൈയൊക്കെ ഒന്ന് നിവർത്തി ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അത് ഭീമൻ ചിന്തിക്കുകയാണ്, കൗരവ പക്ഷത്ത് എൻ്റെ ഒരു കയ്യിൽ ഒരു ഇടി താങ്ങാനുള്ളത് ആരുമില്ല. അതാണ് ഭീമൻ ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ ബലം മുഴുവൻ ഉപയോഗിച്ച് ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല, അവർ പെട്ടെന്ന് മരിച്ചു പോകും. അന്നേരം എൻ്റെ കൈയുടെ ബലം മുഴുവൻ തീർക്കത്തക്കവണ്ണം, പക്ഷെ അവർ തീർന്നു പോകാനും പാടില്ല, അതിനു വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്താ പറയുക? അന്നേരം ഭീമൻ ചിന്തിക്കുന്നത് എന്താ, എൻ്റെ ഒരു കൈക്കില്ല കൗരവർ, ആഞ്ഞൊരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ ഒരുത്തന് പോലും താങ്ങാൻ കഴിയില്ല. അന്നേരം ഞാൻ ആഞ്ഞിടിക്കുകയും വേണം, അതേ സമയത്ത് അവർ പെട്ടെന്ന് തീരാനും പാടില്ല. അതുകൊണ്ട് എൻ്റെ കൈക്കരുത്ത് തീർക്കാൻ വേണ്ടി ഞാൻ ഏതൊക്കെ രീതിയിൽ അവരെ കൊല്ലണം, ഏതൊക്കെ രീതിയിൽ അവരെ ടോർച്ചർ ചെയ്യണം, അവർ മരിക്കാനും പാടില്ല, പക്ഷെ എൻ്റെ കൈയിൻ്റെ കരുത്ത് ഫുൾ യൂസ് ചെയ്യുകയും ചെയ്യണം. ഈ ചില സമയത്ത് ചില പണ്ടത്തെ സിനിമയിലൊക്കെ പറയത്തില്ല, ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലത്തില്ല, ഞാൻ നിന്നെ ഇടിച്ചു കൊല്ലും, എൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നവരെ നിന്നെ ഇടിക്കും എന്ന് പറയത്തില്ലേ? അതേപോലെ ഭീമൻ ആകെ കൺഫ്യൂഷനിലാണ്. എൻ്റെ മൊത്തം ശക്തി ഉപയോഗിച്ച് ഒരു ഇടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും താങ്ങാൻ കഴിയില്ല, അവർ പെട്ടെന്ന് തീരും. പക്ഷെ എൻ്റെ ദേഷ്യം തീരുന്നില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ ദേഷ്യം തീരുന്നവരെ അവരെ ഇടിക്കാനും പറ്റണം, അവർക്കത് താങ്ങാനും പറ്റണം. ഭീമനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക, എങ്ങനെയാണ് അവരെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ പറ്റുന്നത്, പക്ഷെ മരിക്കാനും പാടില്ല. എനിക്ക് തൃപ്തി വരികയും ചെയ്യണം, അത്രയ്ക്ക് അവരെ ഇടിക്കണം. ഇതാണ് ഭീമൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അർജുനൻ കാലുകൊണ്ട് എന്തിനാണ് മണൽ തെറിപ്പിച്ചിട്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മണൽ തരികൾ അർജുനൻ ഓരോരോ അസ്ത്രങ്ങളായിട്ട് സങ്കല്പിക്കുകയാണ്. എന്നിട്ട് അർജുനൻ പറഞ്ഞു, ഇനി യുദ്ധത്തിൽ ഈ മൺതരികളെ പോലെ ഞാൻ അസ്ത്രങ്ങളയക്കും. ഒരുത്തനെ പോലും വെറുതെ വിടത്തില്ലെന്നതാണ്. എതിരെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും എതിരെ അസ്ത്രം വയ്ക്കുന്നു പറഞ്ഞാൽ, ആരാ നിൽക്കുന്ന ആരാ നിൽക്കാത്ത, ആര് ബന്ധുവും മിത്രം അതൊന്നും ചോദില്ല, തുടർച്ചയായിട്ട് ഞാൻ അസ്ത്രം വെച്ചുകൊണ്ടിരിക്കുന്നത്. മൺതരികൾ എങ്ങനെയാണോ പറക്കുന്നത്, ഒരു പൊടി, നല്ല കാറ്റ് വരുമ്പോൾ ആ കാറ്റിൽ പൊടി എങ്ങനെയാണോ പറക്കുന്നത്, അതേപോലെ, അതായത് കണ്ണു വെച്ചൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അതേപോലെ ഞാൻ അസ്ത്രം വയ്ക്കുന്നു പറഞ്ഞു. അതിനെക്കുറിച്ചാണ് അർജുൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആരോടാ പറയുന്നത്? ധൃതരാഷ്ട്ര. ഇത് കേട്ടപ്പോഴേ ധൃതരാഷ്ട്രയുടെ കാറ്റ് പോയി കാണാം.
അന്നേരം പിന്നെ സഹദേവൻ എന്തിനാണ് ദേഹം മുഴുവൻ ചാരം പുരട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വിഷമാവസ്ഥയിൽ ആരും എന്നെ കാണണ്ട, ആരും എന്നെ തിരിച്ചറിയണ്ട എന്ന് പറഞ്ഞിട്ട് സഹദേവൻ ദേഹം മുഴുവൻ ചാരം പുരട്ടിയിരിക്കുകയാണ്. അതായത് അവർ പിന്നെ സഹതപിക്കും, അയ്യോ പാവം സഹദേവൻ, ആ സഹതാപമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആരുടെയും സഹതാപം വേണ്ട എന്ന് പറഞ്ഞിട്ട് ചാരം പുരട്ടിയിരിക്കുകയാണ്. എന്നിട്ട് നകുലൻ എന്തിനാണ് ചെളി വാരി മുഖത്ത് തേച്ചിരിക്കുന്നത് പറഞ്ഞപ്പോൾ പറഞ്ഞു, നകുലിനെ ആരും അത്ര പെട്ടെന്ന് കണ്ടിട്ടില്ല ഇതുവരെ, പ്രത്യേകിച്ച് നഗരത്തിലുള്ള ജനങ്ങൾ. അന്നേരം നകുലിനാണെങ്കിൽ പാണ്ഡവരിൽ വെച്ച് ഏറ്റവും സുന്ദരനാണ്, അതീവ സുന്ദരനാണ്. അന്നേരം എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് സ്ത്രീ ജനങ്ങളുടെ കൺട്രോൾ പോകണ്ട, ആരും വഴിതെറ്റി പോകണ്ട എന്ന് പറഞ്ഞിട്ട്, അത് പിന്നെ എനിക്ക്, കാരണം ഇദ്ദേഹം അങ്ങനെ തെരുവിലൂടെ അങ്ങനെ നടക്കാറില്ലേ നകുലൻ. അന്നേരം ഞാൻ കാരണം സ്ത്രീകളുടെ ഉള്ളിൽ തെറ്റായിട്ടുള്ളൊരു ചിന്ത വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുഖത്ത് മുഴുവൻ ചെളി വരുത്തേക്കും. ഹരേ കൃഷ്ണ. എന്താ പറയാ, ഹരേ കൃഷ്ണ. അന്നേരം ഇതെല്ലാം കേട്ടപ്പോൾ ധൃതരാഷ്ട്രർക്ക് യുധിഷ്ഠിരൻ്റെ കാര്യം കേട്ടപ്പോൾ ഓക്കെ, പാവം, നല്ല നല്ല വ്യക്തി കേട്ടോ, ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി. നകുല സഹദേവന്മാർ കുഴപ്പമില്ല. ഭീമനെ അർജുൻ്റെയും കാര്യം കേട്ടപ്പോഴാണ് ധൃതരാഷ്ട്രയുടെ ഉള്ളിൽ ഭയം തോന്നുന്നത്. എന്നിട്ട് ആള് ചിന്തിച്ചു, ഇനി ദുര്യോധൻ്റെ കാര്യം എന്താവും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ധൃതരാഷ്ട്രം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വിതുരർ പറയുകയാണ്, ദ്രൗപദി, പതിവ്രതയായിട്ടുള്ള ദ്രൗപദി ഒറ്റ തുണിയിൽ, ഒന്ന് ആലോചിച്ച് നോക്കണം, തെരുവിലൂടെ, ഇപ്പൊ സഭയിലാണ് അപമാനിതയായത്, അതേ രീതിയിൽ ദ്രൗപദി ദേവി പുറത്തിറങ്ങിയാണ്, എത്രയോ ആൾക്കാർ നോക്കി നിൽക്കുക. പതിവ്രതയായിട്ടുള്ള ദ്രൗപദി ദേവി മുടിയെല്ലാം അഴിച്ചിട്ട്, ഒറ്റ തുണിയിൽ മുടിയെല്ലാം അഴിച്ചിട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ദ്രൗപദി ദേവി വാ കൊണ്ട് പറയുകയാണ്, ഇന്ന് ഞാൻ എങ്ങനെ വിഷമിച്ചു കരയുന്നു 14 വർഷത്തിന് ശേഷം കുരുവംശത്തിലെ എല്ലാ സ്ത്രീജനങ്ങളും ഇതേപോലെ കരയേണ്ടി വരും. അവരുടെ ഭർത്താക്കന്മാരും മക്കളും എല്ലാവർക്കും നഷ്ടപ്പെടണം. ഞാൻ എങ്ങനെയാണോ ഇപ്പം നടു റോഡിലായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതേപോലെ അവരും നടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് വിതുരർ ഇത് കേട്ടപ്പോഴും പിന്നെ ജീവൻ പോയി ധൃതരാഷ്ട്രത്തെ. എന്നിട്ട് പറഞ്ഞു, ധൃതരാഷ്ട്രേ, പാണ്ഡവരുടെ പുരോഹിതനായ ധൗമ്യ ഋഷിയെ നോക്കണേ അല്ലേ. അന്ന് എന്ത് പറയുന്നേ, അവരെ ധൗമ്യ ഋഷിയെ കണ്ടത് ഓർമ്മയില്ലേ, ഒരു ഗന്ധർവനുമായിട്ട് ഏറ്റുമുട്ടിയതിന് ശേഷമാണ് ധൗമ്യ ഋഷിയെ കാണുന്നത്. അന്ന് മുതൽ പാണ്ഡവർ എവിടെ പോകുന്ന അവിടെ ധൗമ്യ ഋഷിയാണ്. ദ്രൗപദി ദേവിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേയും വിവാഹം കഴിച്ചതിന് ശേഷം പിന്നെ ഇന്ദ്രപ്രസ്ഥം ആയപ്പോഴും ഇപ്പോൾ വനത്തിൽ പോകുമ്പോഴും ധൗമ്യ ഋഷി അവരുടെ കൂട്ടത്തിലുണ്ട്. എത്ര ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞേ. എന്നാൽ ഇവിടെ പറയുന്നു, വിതുരർ, മഹാപണ്ഡിതനും ഇന്ദ്രിയങ്ങളെ ജയിച്ച ആത്മനിയന്ത്രണവും മനോനിയന്ത്രണവും ഉള്ള മഹാഋഷിയായിട്ടുള്ള ധൗമ്യ ഋഷി കയ്യിൽ കുശപ്പുല്ലും പിടിച്ച്, ആ കുശപ്പുല്ല് തെക്കോട്ട് ദിശ തിരിച്ചു വെച്ചിട്ട് സാമവേദ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, സാമവേദ മന്ത്രങ്ങൾ കൂടുതലും ആഭിചാരക്രിയകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നിട്ട് പറഞ്ഞെന്താണ്, ഞാൻ ഈ പറയുന്ന പോലെ മന്ത്രങ്ങൾ കൗരവരും പറയേണ്ടി വരും, കൗരവരെല്ലാവരും മരിക്കേണ്ടി വരും, അവരെല്ലാം മരിച്ചു പോകട്ടെ യുദ്ധത്തിൽ എന്ന് പറഞ്ഞ ആൾ മന്ത്രം പറയാം. മതിയല്ലോ, ഇതിൽ കൊള്ളൊന്നും. എന്നിട്ട്
കൊട്ടാരത്തിലുള്ള പ്രജകളും അതായത് ഹസ്തിനപുരിയിലുള്ള ജനങ്ങളെല്ലാം അങ്ങയെക്കുറിച്ച് കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ മക്കളെക്കുറിച്ചും അവരുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് പ്രാഗിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ പോകുന്ന സമയത്ത് എല്ലാവിധ ദുർനിമിത്തങ്ങളും കാണാൻ പറ്റി. ഭൂമി കുലുകുകയായിരുന്നു, സൂര്യഗ്രഹണം ഉണ്ടാകുന്ന പോലെ ഇരുട്ട് സംഭവിച്ചു, പല പല ദുഷ്ടമൃഗങ്ങൾ അലറിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം കുരുവംശത്തിൻ്റെ നാശത്തെ സൂചിപ്പിക്കുന്നു എന്ന് വിദുരർ പറഞ്ഞു. പിന്നെ ധൃതരാഷ്ട്രൻ അങ്ങ് വിഷമിക്കണ്ട, ഇതെല്ലാം അങ്ങ് ചെയ്തതിൻ്റെ ഫലം തന്നെയാണ്. അങ്ങല്ലേ എപ്പോഴും പറയുന്ന വിധി വിധി എന്ന്, നീ അനുഭവിക്കുക. അന്നേരം ധൃതരാഷ്ട്ര തലയിൽ കൈയും വെച്ച് അങ്ങനെ ഇരിക്കുക. അതേ സമയത്ത് തന്നെ സാക്ഷാൽ നാരദ മഹർഷി അവിടെ വന്നു. കൂട്ടത്തിൽ ഒരുപാട് ശ്രേഷ്ഠരായിട്ടുള്ള ഋഷിമാരും ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രയുടെ മുമ്പിൽ നാരദ മഹർഷി നിന്നിട്ട് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ദേഷ്യത്തിൽ വളരെ ധൈര്യത്തോടു കൂടി പറഞ്ഞു, 14 വർഷങ്ങൾക്ക് ശേഷം ദുര്യോധന്റെ തെറ്റ് കാരണം ഭീമനും അർജുനും കുരുവംശത്തെ മുഴുവൻ നശിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് നാരദ മഹർഷി ഒറ്റ പോക്കാണ്. ഇതെല്ലാം കേട്ടപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു തുടങ്ങി. എല്ലാവരും വിചാരിച്ചു, ഇത്രയും പറഞ്ഞതും പോരാഞ്ഞ നാരദ മഹർഷിയും കൂടെ വന്ന് പറഞ്ഞു, ഇനി എന്തായാലും ഇത് നടക്കാൻ പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ദുര്യോധൻ, കർണൻ, ശകുനി അവർക്ക് ഭയം തുടങ്ങി. എന്നിട്ട് എത്രയും പെട്ടെന്ന് ദ്രോണാചാര്യരുടെ അടുത്തിട്ട് എത്തിയിട്ട് പറഞ്ഞു, ആചാര്യ, അങ്ങ് തന്നെ നമ്മുടെ സേനാപതിയാകണം. അങ്ങ് അറിഞ്ഞില്ലേ, നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്നിട്ട് പറഞ്ഞു, ഇത് കേട്ടിട്ട് ദ്രോണാചാര്യർ പറഞ്ഞു, എത്രയോ ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണർ പറയുന്നു പാണ്ഡവർ ദൈവീക ശക്തിയുള്ളവരാണ്, അതുകൊണ്ട് അവരെ ഒരിക്കലും കൊല്ലാൻ കഴിയില്ല. പക്ഷെ എന്നാലും നിങ്ങൾ എന്നെ ആശ്രയിക്കുന്നു, അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തിരിക്കാം. പാണ്ഡവരുടെ കൂട്ടത്തിൽ ദ്രുപദനുണ്ട്. ദ്രുപദൻ്റെ മകനായ ധൃഷ്ടദ്യുമ്നൻ എന്നെ കൊല്ലാനുള്ള പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, എന്നെ കൊല്ലാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും മരിക്കേണ്ടവനാണ്, ഞാൻ മരിക്കപ്പെടും ധൃഷ്ടദ്യുമ്നൻ്റെ കൈകൊണ്ട്. പക്ഷെ എന്തായാലും 13 വർഷം നിങ്ങൾ ആസ്വദിച്ചോളൂ, ആസ്വദിക്കാൻ പറ്റുന്നതൊക്കെ ആസ്വദിച്ചോളൂ. 14ാമത്തെ വർഷം എല്ലാം തീരാൻ പോവുകയാണുള്ളത്. പറ്റുന്നിടത്തോളം ദാനധർമ്മങ്ങളൊക്കെ എല്ലാം ചെയ്യും, പക്ഷേ 14ാമത്തെ വർഷം എല്ലാം തീരാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഇതെല്ലാം ധൃതരാഷ്ട്രർ കേൾക്കുക തന്നെ ആണ് ദ്രോണാചാര്യർ പറഞ്ഞ. ഇതെല്ലാം കേൾക്കുന്നതിനനുസരിച്ച് ധൃതരാഷ്ട്രർക്ക് കൂടുതൽ കൂടുതൽ വിഷമം. എന്നിട്ട് ധൃതരാഷ്ട്രം ഇവിടെ ചിന്തിക്കുകയാണ്, പാണ്ഡവരുമായിട്ടുള്ള ശത്രുത എന്തായാലും ആപത്ത് തന്നെയാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും ചിന്തിച്ചു, അന്ന് വിദുരർ പറഞ്ഞത് ശരിയായിരുന്നു, ദുര്യോധനെ ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ ഈ ആപത്തൊന്നും വരത്തില്ലായിരുന്നു. ഉടൻ തന്നെ ധൃതരാഷ്ട്രർ സഞ്ജയനെ വിളിച്ചു. സഞ്ജയ് എന്ന് പറയുന്നത് ധൃതരാഷ്ട്രയുടെ സാരഥിയാണ്, അതുകൂടാതെ വ്യാസമഹർഷിയുടെ ശിഷ്യനുമാണ്, അതുകൂടാതെ ധൃതരാഷ്ട്രയുടെ ഒരു സുഹൃത്തിനെ പോലെയാണ്. അതുകൊണ്ട് ധൃതരാഷ്ട്ര വിചാരിച്ചു, സഞ്ജയനെങ്കിലും എന്തെങ്കിലും ഒരു ആശ്വാസ വചനങ്ങൾ പറയുന്നു. അന്നേരം സഞ്ജയൻ വന്നപ്പോൾ ധൃതരാഷ്ട്ര തലയിലും കൈവച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടൻ തന്നെ ഒരു പുച്ഛത്തോടുകൂടി ചിരിച്ചുകൊണ്ട് സഞ്ജയൻ പറഞ്ഞു, അങ്ങേക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സ്വത്തും അധികാരവും ലഭിച്ചിട്ടും എന്താണ് രാജാവ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന സഞ്ജയനാണ് ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത്. അറിയാലോ, മഹാഭാരതം മൊത്തത്തിൽ, പ്രത്യേകിച്ച് ഭഗവത്ഗീത അല്ലേ. ധൃതരാഷ്ട്ര പറഞ്ഞു,
എങ്ങനെ വിഷമിക്കാതിരിക്കും സഞ്ജയ? നമ്മൾ നേരിടാൻ പോകുന്നത് പാണ്ഡവരെയല്ലേ? അന്നേരം സഞ്ജയൻ പറഞ്ഞു, ഇത് അങ്ങ് തന്നെ ചോദിച്ച് മേടിച്ചതല്ലേ? അങ്ങ് ഇത്രയും പാണ്ഡവരെ ശത്രുക്കളാക്കി. ഭീഷ്മരും ദ്രോണരും വിതുരരും വീണ്ടും വീണ്ടും പറഞ്ഞു ദുര്യോധൻ ചെയ്യുന്നത് ശരിയല്ല, ശരിയല്ല. പ്രത്യേകിച്ച് ആ പതിവ്രതയായിട്ടുള്ള ആ ദ്രൗപദിക്കെതിരെ ചെയ്തതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ടും നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും നിങ്ങളെപ്പോഴും പറയത്തില്ല വിധി വിധി എന്ന്. ഇനിയിപ്പം വിധി അനുഭവിച്ചോളാം പറഞ്ഞു. പ്രത്യേകിച്ച് വിനാശകാല വിപരീത ബുദ്ധി. വിനാശം അടുത്തിരിക്കുമ്പോൾ പിന്നെ നല്ലതൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇതെല്ലാം കേട്ടിട്ട് വീണ്ടും വീണ്ടും വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് സഞ്ജയൻ പറഞ്ഞു, ആ പതിവ്രതയായിട്ടുള്ള ആ സാധ്വിയെ വലിച്ചഴച്ച് ആ സഭയിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് തീർന്നു കുരുവംശത്തിൻ്റെ എല്ലാ ഐശ്വര്യവും. അന്ന് ആരംഭിച്ചു കുരുവംശത്തിൻ്റെ എല്ലാ നാശവും. ദുര്യോധനെ പോലെ ബുദ്ധിയില്ലാത്ത വിഡ്ഢികൾ മാത്രമേ ഇത്രയും നീചപ്രവൃത്തി ചെയ്യൂ. ദ്രുപദന്റെ പുത്രി ഒരു സാധാരണ ജന്മമല്ല, ഹോമാഗ്നിയിൽ നിന്ന് ജനിച്ചവളാണ്. ആ ഒരു പവിത്രയായിട്ടുള്ള സ്ത്രീയെ ഈ ഒരു അവസ്ഥയിൽ, ദേഹം മുഴുവൻ രക്തം പുരണ്ട അവസ്ഥയിൽ നിർത്തിയിരിക്കുകയാണ്. അതും സ്വന്തം ഭർത്താക്കന്മാരെ എല്ലാവരെയും അപമാനിച്ച് സ്വത്തുവകളെല്ലാം തട്ടിപ്പറിച്ച് രാജ്യവും നഷ്ടപ്പെടുത്തി. എന്നിട്ട് ആ പാവത്തിൻ്റെ വസ്ത്രം പോലും നിങ്ങൾ തട്ടിയെടുക്കാൻ നോക്കി എന്നുള്ളതാണ്. ഇതെല്ലാം അവർ മറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ശക്തിയെ നിങ്ങൾക്ക് നേരിട്ടേ പറ്റൂ. എന്നിട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, സഞ്ജയ, ദ്രൗപദിയുടെ ആ നോട്ടം എനിക്ക് കാണാൻ കഴിയില്ലെങ്കിലും എനിക്കറിയാം ആ നോട്ടത്തിലൂടെ ഈ 14 ലോകങ്ങളും നശിക്കാൻ പറ്റും. എൻ്റെ മക്കൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടോ എന്ന് ചോദിച്ചു. ദുശാസനൻ ദ്രൗപദിയെ പിടിച്ചപ്പോൾ ഗാന്ധാരി ഉടനെ മനസ്സിലാക്കി. അതിൻ്റെ അർത്ഥം എന്താ? ഗാന്ധാരിക്ക് അറിയാമായിരുന്നു. ഇവിടെ ആരാ പറയുന്നത്? ധൃതരാഷ്ട്രർ പറയുന്നു. ദുശാസനൻ ദ്രൗപദി ദേവിയെ പിടിച്ച ഉടൻ തന്നെ ഗാന്ധാരി ഒരുപാട് കരഞ്ഞു. കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ്? ഒന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു? സ്വന്തം മകനല്ലേ. ഇപ്പോഴും എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സഭയിലുള്ള, നമ്മുടെ രാജ്യത്തിലുള്ള ബ്രാഹ്മണരെല്ലാം യജ്ഞം ചെയ്യുന്നത് നിർത്തി. പാണ്ഡവരോട് ചെയ്തിട്ടുള്ള ഈ അനീതി കാരണം ചുറ്റുമെല്ലാം ഒരുപാട് ദുർനിമിത്തുകൾ കണ്ടു തുടങ്ങുകയാണ്. എന്തായാലും നമ്മുടെ വിനാശം അടുത്തു എന്നെനിക്ക് ഉറപ്പായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ധൃതരാഷ്ട്രർ ഒറ്റയ്ക്കിരുന്നു, ഉറക്കമില്ലാതെ. വീണ്ടും വീണ്ടും ആ ചൂതുകളെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. അന്നേരം ഇതിനു മുമ്പേ എല്ലാവരും പറയുമ്പോൾ മനസ്സിലാവത്തില്ല ധൃതരാഷ്ട്രർക്ക്. ഇനി അനുഭവത്തിലൂടെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും ഇതേപോലെയാണ്. കേട്ടു പഠിക്കുക, കണ്ടുപഠിക്കുക, അല്ലെങ്കിൽ കൊണ്ടു പഠിക്കുക. കേട്ടിട്ടും കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്തവർ ഒരിക്കലും പഠിക്കത്തില്ല. അവർ കുഴിയിൽ പോവും, കൂട്ടത്തിൽ മറ്റുള്ളവരെയും കുഴിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നമുക്കെല്ലാവർക്കും വലിയൊരു പാഠമാണ്. നമ്മുടെ ജീവിതം ധൃതരാഷ്ട്രരെ പോലെ ആയിപ്പോകരുത്. പാണ്ഡവരെ പോലെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും വഴി സഞ്ചരിക്കുക. നമ്മുടെ മക്കളും ഇതേപോലെ ആയിരിക്കാം. മക്കൾ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് അവർ പറയുന്ന എല്ലാ താന്തോന്നിത്തരത്തിനും കൂട്ടിനിൽക്കരുത്. നമ്മളും ഇതൊക്കെ കേട്ടിട്ട് ധൃതരാഷ്ട്രം എന്ത് ഒരു ബുദ്ധിയില്ലാത്തതിനെ പോലെ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മക്കളോട് വലിയ ആസക്തിയാണ്. അവരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെല്ലാം നമ്മൾ കൂട്ടിയിരിക്കും. മക്കൾക്ക് മത്സ്യമാംസാദികൾ വലിയ ഇഷ്ടമാണ്. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ, അവരെ വിഷമിപ്പിക്കണ്ട. അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല, എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ നമ്മളും ധൃതരാഷ്ട്രമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദുര്യോധൻ ചെയ്യുന്ന തെറ്റാണെന്ന് ധൃതരാഷ്ട്രർക്കറിയാം, എന്നിട്ടും അതിന് കൂട്ടിയിരുന്നു. അവസാനം നാശം ആരുടെ കാണേണ്ടി വന്നു? ദുര്യോധൻ്റെ നാശം കാണേണ്ടി വന്നു. ദുര്യോധൻ തുടയും പൊട്ടി രാജ്യവും നഷ്ടപ്പെട്ട് എല്ലാം അവിടെ കിടക്കുമ്പോഴും ധൃതരാഷ്ട്രർക്ക് ഒരു വിഷമം ഇല്ലാതെ അവിടെ സിംഹാസനത്തിലിരിക്കുകയാണ്. ധൃതരാഷ്ട്രം ഉപദേശിച്ചു,
മക്കളോട് പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഒരച്ഛന് മക്കളോട് എതിർത്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി പോകാറില്ല. ഇത് നമ്മുടെ കാര്യം സേഫാക്കി വെക്കുക. അത് തന്നെ ധൃതരാഷ്ട്രയുടെ സ്വഭാവമാണ്. നമ്മൾ വിചാരിക്കരുത് നമ്മൾ ധൃതരാഷ്ട്രമൊന്നുമല്ല. ധൃതരാഷ്ട്രം എത്ര മണ്ടനാണ്. നമ്മളെല്ലാവരും ധൃതരാഷ്ട്രമാണ്. നമുക്കെല്ലാം നമ്മുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മക്കളുടെ സ്നേഹം എന്ന് പറഞ്ഞാലും മക്കൾ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അവർ ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവരെന്തോന്നും ആവട്ടെ. സത്യം പറഞ്ഞാൽ നമ്മളും സ്വാർത്ഥരാണ്. മനസ്സിലായില്ലേ? ഗാന്ധാരിയും സ്വാർത്ഥയാണ്. ഗാന്ധാരിക്ക് ഗാന്ധാരിയുടെ കാര്യം മാത്രമേ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഭഗവാനായിട്ടൊരു ശാപം കൂടെ, നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഭഗവാൻ എന്ത് തെറ്റ് ചെയ്തു? നമ്മളും ഇതേപോലെയാണ്. മക്കളെ തോന്നിയ പോലെ വളർത്തി, കുട്ടിക്കാലം മുതലേ ഗർഭാധാന സംസ്കാരം ഒന്നും ചെയ്തില്ല. നിങ്ങൾ ആരെയും കുറ്റം പറയില്ല കേട്ടോ, ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഭക്തിയിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടി കുട്ടിക്കാലം മുതലേ നമ്മളൊരു ശ്രമം നടത്തിയിട്ടില്ല. ഗർഭാധാന സംസ്കാരം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ ഗീതാശ്ലോകങ്ങൾ മാത്രം പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. എൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആചരിക്കണം, നമ്മളിലൂടെ അവരത് പഠിക്കണം. ഇതൊന്നും പഠിപ്പിക്കാതെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രം പഠിപ്പിച്ച് കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇതൊക്കെ മാത്രം മതി. ഇതൊക്കെ മതി. ഇതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാശാണല്ലോ. നല്ലൊരു ജോലി, നല്ലൊരു കാശ്, നല്ലൊരു വിവാഹം, പിന്നെ കുട്ടികൾ, പിന്നെ ഇവിടെ ഈ പ്രോപ്പർട്ടി പിടിക്കുക, ആ പ്രോപ്പർട്ടി പിടിക്കുക, അത് പിടിക്കുക, ഇത് പിടിക്കുക. അത് നന്നായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതവർ നന്നായി പഠിച്ചു. സംസ്കാരം പഠിപ്പിച്ചിട്ടില്ല, ഭക്തി എന്താണെന്നും പഠിപ്പിച്ചിട്ടില്ല. അവസാനം നമ്മുടെ ജീവിതം വെറുതെ ആയെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, തിരിച്ച് അവർക്ക് നമ്മളോടൊരു സ്നേഹമില്ലെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് ഭക്തി, ഭഗവാനൊക്കെ ഓർമ്മ വരും. ഇത്രയും കാലം വെറുതെ ആയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചോളൂ. പക്ഷേ അത്രയും കാലം നമ്മൾ എന്താണോ അവരെ പഠിപ്പിച്ചത് അതേ അവർ പഠിക്കുക. എന്നാലും നമ്മൾ അവരെ തിരുത്താൻ നോക്കത്തില്ല. അവർക്കൊരു വിഷമമാകരുത്, അവരെപ്പോഴും സന്തോഷമായിട്ട്. നമ്മളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും തകരാറില്ല. അവർ കുഴിയിലായിട്ട് പോകുന്നതെന്ന് അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരെന്തോന്നാവട്ടെ, അതൊന്നും പ്രശ്നമില്ലല്ലോ. എനിക്ക് എൻ്റെ കാര്യം നടന്നാൽ മതി. മക്കളുമായിട്ടൊരു പ്രശ്നം ഉണ്ടാവും, എന്താണ് എനിക്കൊരു സ്വസ്ഥതയും സമാധാനം വേണം. അവർ കുഴിയിൽ പോവേ, നോൺ വെജ് കഴിക്കുക, നരകത്തിൽ പോവുക, അതൊന്നും എനിക്കൊരു വിഷയമല്ല. അവരെന്തോന്നാവട്ടെ, എനിക്ക് എൻ്റെ ഭക്തിയാണ് ഇമ്പോർട്ടൻ്റ്. എന്നാലും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ധൃതരാഷ്ട്രയൊക്കെ കുറ്റം പറയും. നമ്മളെല്ലാവരും ധൃതരാഷ്ട്രരാണ്. നമ്മുടേതായിട്ടുള്ള ബലഹീനതകളെ ഇങ്ങനെ മുറുകെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ആസക്തികളെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. പല വ്യക്തികളും നമ്മുടെ മുമ്പിൽ മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ നമ്മൾ മരിക്കുന്നു, നമ്മുടെ മരണം നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണെന്ന് ഒരു ചിന്ത നമുക്കില്ല. എപ്പോഴും നമ്മൾ നല്ല സുഖിച്ച് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുകയാണ്. എൻ്റെ മരണം അധികം ദൂരെയല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അന്നേരം പിന്നെ നമ്മളും ധൃതരാഷ്ട്രമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ധൃതരാഷ്ട്ര ഭഗവത്ഗീത കേട്ടു, എല്ലാ ഋഷിമാരിൽ നിന്ന് ഉപദേശങ്ങളൊക്കെ കേട്ടു, ഭാഗവതം കേട്ടു എന്ന് തന്നെ പറയാം. പക്ഷെ ഒരു മാറ്റമില്ല. സഞ്ജയനും കേട്ടു, ധൃതരാഷ്ട്രം കേട്ടു, വിരാട് രൂപം കണ്ടു രണ്ട് പ്രാവശ്യം. ഒന്ന് ഭഗവാൻ ശാന്തി ദൂതനായിട്ട് വന്നപ്പോൾ, രണ്ടാമത് സഞ്ജയിലൂടെ കേട്ടുകൊണ്ട് കണ്ടു. എന്നിട്ട് ധൃതരാഷ്ട്ര സ്വയം ഭഗവാന്റെ പുത്രനാണ്, വ്യാസമഹർഷിയുടെ പുത്രനാണ്, വ്യാസമഹർഷി ഭഗവാനാണ്. എന്നിട്ടും അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഒരു മാറ്റമില്ല. അതുകൊണ്ട് നമ്മൾ നിശ്ചയിക്കുക നമുക്ക് ആരാകണം. നമ്മൾ ധൃതരാഷ്ട്രം ഇങ്ങനെ കണ്ണുടച്ച് കുറ്റം പറയരുത്. നമ്മളും അതേപോലെ ആണോ, നമ്മൾ ആ ദിശയിലേക്കാണോ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക, ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ഭഗവാനോട് പ്രാർത്ഥിക്കുക, എൻ്റെ ജീവിതം ധൃതരാഷ്ട്രയെ പോലെ ആയി പോകരുതേ ഭഗവാനെ. കുന്തി ദേവിയെ പോലെ ആയിരിക്കണം ഞാൻ എപ്പോഴും. ഏതൊരു അവസ്ഥയിലും ധർമ്മത്തിലും നീതിയിലും ന്യായത്തിലും ഭക്തിയിലും ഉറച്ചു നിൽക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്
നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മളെല്ലാവരും ചിന്തിക്കണം. ഈ മഹാഭാരതം കേട്ട് സുഖിച്ച് ആസ്വദിച്ചിരിക്കാൻ വേണ്ടി ഒരു TV സീരിയൽ അല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ, ഇതൊന്നും ഒരു കഥയല്ല, യാഥാർത്ഥ്യമാണ്. സീരിയലുകാർക്ക് അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം, പക്ഷെ നമുക്കതൊരു എൻ്റർടൈൻമെൻ്റ് അല്ല, പാഠങ്ങളാണ്. നമ്മളെല്ലാവരും സീരിയസ് ആയിട്ടിരിക്കുക. ഒരിക്കലും ഭക്തിയെ നിസ്സാരമായിട്ട് കാണരുത്. നിസ്സാരമായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളാരും എന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വയം ചിന്തിക്കുക. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഭക്തി പരിശീലിക്കുന്നുണ്ടോ? എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ടോ? അതാരും എന്നോട് പറയേണ്ട ആവശ്യമില്ല, മറ്റൊരാളെ ബോധ്യപ്പെടുത്താനുമല്ല. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ അത് നിങ്ങൾക്കറിയാം, ഭഗവാനും അറിയാം. അവിടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തുക. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഭക്തിക്ക് പുരോഗമിക്കാൻ വേണ്ടി ഇത്രയും ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങൾ ഇത്രയും ചെയ്യുന്നില്ലേ, അതോ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളും ഭഗവാനുമായിട്ട് ഡിസൈഡ് ചെയ്യുക. കാരണം നിങ്ങൾക്കും അതറിയാം, ഭഗവാനും അതറിയാം. അവിടെയാണ് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തേണ്ടത്. അവിടെ നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റൂ, അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയിട്ടും നിങ്ങൾ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങളാണ് ഭഗവാന് നൽകേണ്ടത്. ഞാൻ എൻ്റെ ഉത്തരം ഭഗവാന് നൽകണം. എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയിട്ടും ഞാൻ ഇത്രയും ചെയ്യുന്നതെങ്കിൽ ഭഗവാൻ ഹാപ്പി ആയിരിക്കത്തില്ല. എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റൂ, പക്ഷെ ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്നിൽ ഹാപ്പി ആയിരിക്കും. നമ്മളാരും സേഫ് അല്ല. ഓരോ നിമിഷവും നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ നമ്മൾ ധൃതരാഷ്ട്രയെ പോലെ ഇരിക്കും. ഒരു മാറ്റം ഇല്ലാതെ നമ്മളെല്ലാവരെയും ബലിയാടാക്കിക്കൊണ്ടേയിരിക്കും, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും. ധൃതരാഷ്ട്ര 100 പുത്രന്മാരെയും ഹോമിച്ചു. അദ്ദേഹത്തിൻ്റെ മുതിർന്നവരെ എല്ലാവരെയും ഹോമിച്ചു, രാജ്യത്തെ ഹോമിച്ചു, എല്ലാം ഹോമിച്ചു. എന്നിട്ടും പിന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, സുഖലോലുപനായിട്ട് എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു പുറമെ വലിയ ധർമ്മിഷ്ഠനായിട്ട് അഭിനയിക്കുക. എല്ലാം വിധിയല്ലേ മോനെ. വിതുര ഞാൻ എന്ത് ചെയ്യാനാണ്? ഭീഷ്മ പിതാമഹ ഞാൻ എന്ത് ചെയ്യാണ്? വാസുദേവ് കൃഷ്ണ അങ്ങ് പറയുന്ന എല്ലാം സത്യമാണെന്ന് എനിക്കറിയാം. സത്സംഗത്തിൽ ഞാൻ കേൾക്കുന്നുണ്ട്, എല്ലാം മായയാണെന്നറിയാം, പക്ഷെ എന്ത് ചെയ്യാനാണേ? എല്ലാം മായയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കുന്നില്ലേ? എല്ലാം വിധിയാണ്. ഇതാണ് ധൃതരാഷ്ട്രയുടെ ഭാഷ. ഞാനും കളിയാക്കിയല്ല. അന്നേരം ഭഗവാൻ മിണ്ടാതിരുന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ ഭഗവാനെ എന്താ ഭഗവാനെ ഇങ്ങനെ ചെയ്യുന്നത്? എന്നോടൊരു ദയ കാണിക്കാത്ത എന്താ കൃഷ്ണ? അന്നേരം ഭഗവാൻ തോളെ തട്ടിരുന്നു, എല്ലാം വിധിയാണ്. ഭഗവാന്റെ സ്വഭാവം അങ്ങനെ. കർണന് ദ്രൗപദി ദേവി വിഷമിച്ചപ്പോൾ വിഷമം മനസ്സിലായില്ല. പാണ്ഡവർ വിഷമിച്ചപ്പോഴും വിഷമം മനസ്സിലായില്ല. ഇതിലെന്തിരിക്കുന്നു? അവരർഹിക്കുന്നത് തന്നെയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം യുദ്ധക്കളത്തിൽ ഓരോ ആൾക്കാരുടെയും വീക്ക്നെസ് കൃഷ്ണൻ നല്ലപോലെ രഥം താഴ്ത്തി, ചക്രം താഴ്ത്തി. അവിടെ കൃഷ്ണ ഞാൻ ഇവിടെ രഥത്തിന്റെ ചക്രം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, അർജുനോട് പറയും മിണ്ടായിരിക്കാൻ. ഭഗവാൻ ഇത്രയും നേരം കാത്തിരുന്ന് ഈ ഒരു അവസരത്തിന് വേണ്ടി. അർജുന അന്നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അർജുന വാട്ട്സ് റോങ് വിത്ത് യു? എന്താ നിനക്ക് പറ്റിയ? ഐക്യസ്ത്രം.
ഭഗവാൻ ഇത് അധർമ്മമല്ലേ, അനീതിയല്ലേ? അന്നേരത്തേക്ക് പറഞ്ഞു, ആലോചിക്കൂ, ആ ചൂത് കളിക്കുന്ന ആ സഭയിൽ ഇവൻ പറഞ്ഞ വാക്കുകൾ നിനക്ക് ഓർമ്മയില്ലേ അർജുന? അഭിമന്യുവിനെ കൊല്ലാൻ വേണ്ടി കൂട്ടുന്ന ഇവനാണ്, നിനക്കതൊന്നും ഓർമ്മയില്ലേ? ഇതെല്ലാം കണ്ടപ്പോഴും ഇത് കർണം കേട്ടോണ്ടിരിക്കുക. അർജുന അരുത്, ഞാനിവിടെ രഥം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, ഇത് അധർമ്മമാണ്. വാസുദേവ്, അങ്ങ് വലിയ ധർമ്മത്തിന്റെ ആള്, എന്നിട്ട് ഇത് അധർമ്മം ചെയ്യുന്നില്ലേ? കൃഷ്ണൻ പറഞ്ഞു, ദ്രൗപദിയെ അപമാനിച്ചപ്പോ നിന്റെ ധർമ്മം എവിടെ പോയടാ? എവിടെ പോയി നിന്റെ ധർമ്മം? അഭിമന്യുവിനെ കൊല്ലുമ്പോ നിനക്ക് ധർമ്മം ഒന്നും ഓർമ്മ വന്നില്ലേ? ആയിക്കു പാർത്ഥ എന്ന് പറഞ്ഞു ഒറ്റയടിക്ക് പോയി. അപ്പം കർണന് മനസ്സിലായി അധർമ്മത്തിന്റെ വേദന എന്താണെന്ന്. അധർമ്മം സഹിക്കുമ്പോഴുണ്ടാവുന്ന വേദന. അതേപോലെ ധൃതരാഷ്ട്രം, എന്ത് ചെയ്യാനാണ് കൃഷ്ണ? വാസുദേവ് കൃഷ്ണ, അങ്ങ് പറയുന്നൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാനാണ്? എൻ്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കണ്ടേ? കേൾക്കുന്നില്ല, എന്ത് ചെയ്യാനാണ്? അവസാനം 100 പേരുടെ ശവം നിരത്തി. ദേഷ്യം കൊണ്ട് ആ ഭീമനെ എൻ്റെ കൈ കിട്ടിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം കിട്ടിട്ട്, എന്നിട്ട് യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് യുധിഷ്ഠിര വാ അനുഗ്രഹിക്കാം, ആയുഷ്മാൻ ഭവ. അർജുനൻ വന്ന് നകുല, ഭീമൻ എവിടെ? എൻ്റെ മോൻ ഭീമൻ എവിടെ? അന്നേരം ഭീമൻ ഇങ്ങോട്ട് പോയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിക്ക് നിക്ക് നിക്ക്, ഇനിയാരുടെ ഉള്ളിലിരിപ്പ് ശരിയല്ല, ഇപ്പോഴും ഈ ഇരുമ്പിന്റെ ഭീമന്റെ രൂപം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്, പിടിച്ച് കെട്ടി ഞെരിച്ച് പൊടിയാക്കി എന്നുള്ളതാണ്. അയ്യോ, എൻ്റെ ഭീമനെ ഞാൻ കൊന്നേ, ഞാൻ എൻ്റെ ഭീമനെ കൊന്നേ, ഞാനിതെങ്ങനെ സഹിക്കും വാസുദേവ് കൃഷ്ണ, ഏറ്റവും വലിയ തെറ്റാണല്ലോ ഞാൻ ചെയ്തത്. അന്നേരം ഭീമൻ വന്നിട്ട് ഇങ്ങനെ ശ്രീകൃഷ്ണൻ ആശ്വസിച്ച്, വിഷമിക്കണ്ട, ഭീമൻ ജീവനോടെ ഉണ്ട്. അങ്ങിപ്പം പൊടിച്ചത് ഭീമന്റെ വിഗ്രഹമായിരുന്നു. അങ്ങയുടെ സീമന്ത മോൻ, പുന്നാര മോൻ എന്നും ഗതായുദ്ധം പ്രാക്ടീസ് ചെയ്യുന്ന വിഗ്രഹമില്ലേ, പ്രതിമ, ആ പ്രതിമയാണ് അങ്ങ് പൊട്ടിച്ചത്. ഒരുപാട് നന്ദി കൃഷ്ണ, അങ്ങനെ രക്ഷപ്പെടുത്തി. ഉള്ളിച്ച് ഈ കള്ള കൃഷ്ണൻ കാരണം ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മളും കെയർഫുൾ ആയിട്ട് ഇരിക്കുക. ഭഗവാനെ ഒരിക്കലും പറ്റിക്കരുത്. വേറെ ഈ ലോകത്ത് ആരെ വേണമെങ്കിലും നമുക്ക് പറ്റിക്കാൻ പറ്റും, പക്ഷെ ഗുരുവായൂരപ്പനെ മാത്രം പറ്റിക്കരുത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നാമം ജപിക്കുന്നവർ വളരെ കെയർഫുൾ ആയിട്ടിരിക്കും. മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടിയും ഭഗവാൻ കൃഷ്ണൻ കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കും. അതുകൊണ്ട് എന്താണോ ഉള്ളിലിരിപ്പ് അത് കൃഷ്ണൻ നല്ലപോലെ അറിയാം. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കൃഷ്ണന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് നല്ലത്. കൃഷ്ണ, ഞാൻ ഫ്രോഡാണ്, ഭക്തനൊന്നുമല്ല, ഭക്തനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് നല്ല ഭക്തനാക്കി തരണേ, അങ്ങ് മര്യാദയ്ക്ക് അങ്ങ് പറഞ്ഞാൽ മതി, അതങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മളിങ്ങനെ അഭിനയിച്ചു, കൃഷ്ണ അങ്ങല്ലാതെ എനിക്ക് ഒന്നും വേണ്ട കൃഷ്ണ, അങ്ങ് മാത്രം മതി, അങ്ങ് മാത്രം മതി ഗുരുവായൂരപ്പ, വേറൊരു ആഗ്രഹം ഇല്ലെന്ന് പറയുമ്പോൾ, ആണോ ശരിക്കും? അത് സത്യം കൃഷ്ണ, അങ്ങ് അല്ല എനിക്ക് ആരും വേണ്ടെന്ന് പറയും. ഓണേ എനിക്കൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും മാറ്റി, എല്ലാരെയും അകറ്റും, എല്ലാം അടിച്ചു മാറ്റും. കൃഷ്ണ എന്താണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ആള് പോയി, ഇയാള് പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി. അല്ല, അന്ന് പറഞ്ഞ ഞാൻ മാത്രം മതി, അത് അന്നേരം പറഞ്ഞതല്ലേ കൃഷ്ണ, ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണം. അതുകൊണ്ട് ബി വെരി കെയർഫുൾ വെൻ ഡീലിംഗ് വിത്ത് കൃഷ്ണ. അന്നേരം ആൾക്ക് എന്തോ നമ്മളോട് എന്തോ ശത്രുത ഉണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? അല്ല, നമ്മൾ ഈ കളിപ്പാട്ടം ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക, ഈ കൊച്ചുകുട്ടികളെ പോലെ. ഇതെൻ്റെ ശരീരം, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ വസ്തുവകകൾ, എൻ്റെ സ്വന്തം, ഞാൻ, എൻ്റെ ഇത് എന്നൊക്കെ എല്ലാം കളിപ്പാട്ടങ്ങളാണ്. എന്നിട്ട് ഈ കളിപ്പാട്ടിനകത്തൊക്കെ എല്ലാം ഒരു ടൈം ബോംബ് ഇരിപ്പുണ്ട്.
ടൈം ആവുമ്പോൾ പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഈ ശരീരം പൊട്ടിത്തെറിക്കും, ബന്ധുമിത്രാദികൾ, സ്വത്തും എല്ലാം പൊട്ടിത്തെറിക്കും. എന്നാൽ ആ നഷ്ടം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല പൊട്ടിത്തെറിക്കുമ്പോൾ. ഇതാണെങ്കിൽ നമുക്ക് മനസ്സിലാവത്തുമില്ല. എല്ലാ ജന്മങ്ങളും നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗം പറയട്ടെ, വിടത്, ഇതെല്ലാം പൊട്ടിത്തെറിക്കും. നിങ്ങളൊരു ബോംബിനെയാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല കൃഷ്ണ, ഇതെൻ്റെ ശരീരമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ശരീരം. എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഈ ശരീരത്തിൻ്റെ കാര്യമൊക്കെ നോക്കുക, ഇതാണ് എൻ്റെ ഡ്യൂട്ടി. ഭാഗം പറയട്ടെ, നീ ശരീരമല്ല. അല്ലല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശരീരം കൃഷ്ണ. എൻ്റെ ഈ കുട്ടിക്കാലം മുതൽ ഞാൻ എത്ര തീറ്റിപ്പോറ്റിയ ശരീരമല്ലേ അല്ലേ? നോക്ക് കണ്ണാടിയിൽ ഞാൻ എത്ര സുന്ദരനാണെന്ന്, എത്ര മനോഹരമായിട്ടുള്ള ശബ്ദമാണ് എനിക്കുണ്ട്, എത്ര പേര് എന്നെ ഇഷ്ടപ്പെടുന്നു, ഏറ്റവും നല്ല ശരീരമല്ലേ കൃഷ്ണ. ഇത് ശരീരത്തെ എനിക്ക് വിടാൻ കഴിയില്ലല്ലോ. പിന്നെ എന്ത് പറയാനുണ്ട്? എന്നാ മകൻ പറയും, എന്നാ പിന്നെ അനുഭവിച്ചോ. ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങൾ തകരുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ടൈം പൊട്ടിക്കൊണ്ടിരിക്കുക, ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുക. ലിവറിൻ്റെ ടൈം, കിഡ്നിയുടെ ടൈം, ഓരോരോ ഓർഗൻസിൻ്റെ ടൈം. കണ്ണിൻ്റെ ഫ്യൂസ് അടിച്ചു പോവും, ചെവിയുടെ ഫ്യൂസ് പോവും, ഓരോരോ അവയവങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അയ്യോ കൃഷ്ണ, എൻ്റെ കാല്, എൻ്റെ കിഡ്നി, എൻ്റെ ലിവർ, എൻ്റെ ഹാർട്ട്, എൻ്റെ കണ്ണ് കൃഷ്ണ, എൻ്റെ ചെവി. അന്നേരം ഭഗവാൻ പറയും, എടാ നീ ഇതൊന്നും അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു, നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറയില്ല, ഇത് നീ ഒന്നും അല്ല, ഈ ശരീരം നീ അല്ല. അങ്ങനെ പറയരുത് കൃഷ്ണ, അങ്ങനെ ഒന്നും പറയരുത്. ഇത്രയും കാലം ഞാൻ തീറ്റിപ്പോറ്റിയ ശരീരം. അതുകൊണ്ട് കൃഷ്ണന് ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ല. നമ്മളും അതേപോലെ എത്തുക. ആള് പറയാ ശരീരം വേണ്ട, ഓക്കെ കൃഷ്ണ, ശരീരം വേണ്ട, അത്രേ ഉള്ളൂ. കൃഷ്ണൻ പറയാ ഇതൊക്കെ ചെയ്യൂ, ഓക്കെ റെഡി. കൃഷ്ണൻ പറയാ വിട്, ഓക്കെ വിട്ടു. യെസ് എന്ന് പറഞ്ഞാൽ യെസ്, നോ എന്ന് പറഞ്ഞാൽ നോ. കൃഷ്ണൻ പറയുന്നത് സ്വീകരിക്കുക, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. ആ രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ സെറ്റായി, പിന്നെ പൊളിച്ചു, അടിപൊളിയായി. പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കണ്ട. നമുക്കും ടെൻഷനില്ല, കൃഷ്ണനും ടെൻഷനില്ല. കൃഷ്ണന്റെ തീരുമാനവും നമ്മുടെ തീരുമാനവും വേറെ ആകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ. സത്യം. നമ്മുടെ തീരുമാനവും കൃഷ്ണന്റെ തീരുമാനവും വേറെ ആകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ. പാണ്ഡവർ കണ്ടില്ലേ, ഓക്കെ ഭഗവാൻ ഇതാ പറഞ്ഞത്, ഓക്കെ, ഉള്ളിൽ വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ എന്തെന്നോ ആവട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പാണ്ഡവർ ഭരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വിഷമാവസ്ഥയിൽ എങ്ങനെയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് 12 വർഷം വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞിട്ട് രാജ്യാധികാരം കിട്ടി. അതിനുശേഷം അർജുൻ പോയി ദ്വാരകയിൽ, കുറേ കാലമായിട്ട് വന്നിട്ടില്ല. യുധിഷ്ഠിരൻ നോക്കുമ്പോൾ എത്രയോ ദുർനിമിത്തങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അന്നേരം തിരിച്ചു വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, എന്ത് പറ്റി? ഭഗവാൻ നമ്മളെ വിട്ടു പോയി, പാക്കപ്പ്, ഇനി ഇവിടെ നിൽക്കണ്ട, അത്രേ ഉള്ളൂ. പാണ്ഡവർക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ വർഷങ്ങൾ ഭരിക്കാം. പുല്ല് പോലെ ഈ രാജ്യമൊക്കെ കളഞ്ഞിട്ട് അവർ ഇതാ പോയി നേരെ ഭഗവാന്റെ അടുത്തേക്ക്. അവരാണ് ഭക്തർ എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. സോ ഡോണ്ട് ടേക്ക് ദിസ് ലൈഫ് സോ സീരിയസ്ലി. ഇതത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. അതിൻ്റെ അർത്ഥം അലസത കാണിക്കുക, അശ്രദ്ധയായിട്ടിരിക്കുക എന്നല്ല, ഉത്തരവാദിത്തങ്ങൾ എടുക്കണ്ട എന്നല്ല, എല്ലാം ചെയ്യുക. പൊതുവെ ആൾക്കാർ പറയുന്നു, അമിതമായി കഴിഞ്ഞാൽ അമൃതാണെങ്കിലും വിഷമാണ്, ഭക്തിയൊക്കെ ആവശ്യത്തിന് മതി. തിന്ന് കയറ്റുമ്പോൾ അത് അധികമായിട്ട് തോന്നില്ല. നാമജപം കൂടിയാൽ വലിയ പ്രശ്നമാണ്, അത് വിഷമാണ്. ഭക്ഷണം കഴിക്കുന്ന അമിതമാകുമ്പോൾ കുഴപ്പമില്ല, കോഴിക്കാല് കടിച്ചു പിടിക്കുമ്പോൾ അത് അമിതമായിട്ട് തോന്നില്ല, അത് അമൃതാണ്. കള്ളു കുടിക്കുമ്പോഴും അത് അമിതമായിട്ട് തോന്നത്തില്ല. ഭക്തി നാമം അങ്ങോട്ട് ജപിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലാണ്. ഏതെവിടുത്തെ ഫിലോസഫി? ഭക്തിയായിട്ട് ബന്ധപ്പെട്ടത് എല്ലാം അധികമായാലും കുഴപ്പമാണ്, ബാക്കി എല്ലാം അധികമായാലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വീടുണ്ട്, എന്നിട്ട് ഒരു 10-20 സ്ഥലത്ത് വേറെ വീടും മേടിച്ചോണ്ടിരിക്കുക. അതൊന്നും അമിതമായിട്ടില്ല. അതൊക്കെ കറക്റ്റ് അത്യാഗ്രഹമില്ലാത്ത നിസ്വാർത്ഥനായിട്ടുള്ള വ്യക്തികളുടെ ലക്ഷണമാണ്. കാശിങ്ങനെ പിടിച്ചു വയ്ക്കുക, അതൊന്നും വിഷമല്ല, അതൊക്കെ കറക്റ്റാണ്, അത്യാഗ്രഹമൊന്നും ഇല്ല.
നാമം അങ്ങോട്ട് ജപിച്ച് കൂടുതൽ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ അമൃതം ആയിക്കഴിഞ്ഞാൽ അമൃതം വിഷമാണേ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ്. എങ്ങനെ കിട്ടുന്നത് അറിയത്തില്ല ഈ ഡയലോഗൊക്കെ. എന്നിട്ട് പറയുന്ന ആളോ 80 വയസ്സ്, ജപിക്കുന്ന ആൾ ആരോ 30-40 വയസ്സായിരിക്കും, ചിലപ്പോൾ 10-20 വയസ്സങ്ങനെ ആയിരിക്കും. എന്നിട്ട് പറയുന്ന ആളെ ഏകദേശം വിക്കറ്റ് പോകേണ്ട അവസ്ഥയിൽ ഇരിക്കും, എന്നാലും വിട്ടുകൊടുക്കത്തില്ലെന്ന്. മുന്നോട്ടെ നാമം ജപിക്കത്തില്ല, ഭക്തിയായിട്ട് ഒരു ബന്ധവും കാണത്തില്ല, ഉപദേശത്തിന് ഒരു കുറവുമില്ല. ഉപദേശിക്കും, ഞാൻ കണ്ടില്ല ഇത്രയും നാളുമായിട്ടും ഭക്തിയും നാമവും ജപിക്കാതെ ഞാൻ ജീവിക്കുന്ന കണ്ടില്ല. അതേപോലെ ജീവിച്ചാൽ മതി. ഞാൻ കുഴിയിലാണ്, നിങ്ങളും കുഴിയിൽ തന്നെ ജീവിക്കുക. ഭക്തി ഇങ്ങനെ അധികമായിട്ടൊന്നും ജപിക്കേണ്ടൊന്നും ആവശ്യമില്ല. ജപിക്കുക. അപ്പോൾ മക്കളുടെ കാര്യം നടക്കുന്നില്ല, രോഗം വരുന്നു, കൃഷ്ണ എന്തെങ്കിലും തരണേ, കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയുന്നില്ല. എന്നിട്ട് എന്തെങ്കിലും വഴിപാട് ചെയ്യുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുക, അത് മതി. ഇനി കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് കാര്യം നടക്കുന്നില്ല, വേറെ ആൾക്കാരുടെ അടുത്ത് പോകും, വേറെ അടുത്ത് പോകും, ഈ ജോത്സ്യൻ്റെ അടുത്ത് പോവുക, ആ ജോത്സ്യൻ്റെ അടുത്ത് പോവുക, കുറേ 1 ലക്ഷം രൂപയുടെ പൂജ ചെയ്യുക, 6 ലക്ഷം രൂപയുടെ പൂജ ചെയ്യുക, 10 ലക്ഷത്തിൻ്റെ പൂജ ചെയ്യുക. എന്നിട്ടല്ല തൃപ്തിയായി, 10 ലക്ഷം പോയപ്പോൾ എന്താ ഒരു സമാധാനം. എന്നിട്ട് പശുക്കൾക്ക് വേണ്ടി ഒരു 108 രൂപ കൊടുക്കുമ്പോൾ 108 രൂപയോ അന്നദാനത്തിനോ 108 രൂപയോ. എന്തൊക്കെയാ ലീലോ. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, കളിയാക്കിയതല്ല, പക്ഷെ ഈ ലോകത്തിൻ്റെ കോമഡി. അതുകൊണ്ട് നമ്മൾ ധൃതരാഷ്ട്ര അല്ലെന്ന് വിചാരിക്കരുത്, നമ്മുടെ ഉള്ളിലെല്ലാം ധൃതരാഷ്ട്രമുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഈ ഇടയ്ക്കൊരു മാതാജി പറഞ്ഞതാ, മാതാജിയുടെ ഒരു ബന്ധു 6 ലക്ഷം രൂപയുടെ ഒരു പൂജ ചെയ്തിരിക്കുന്നു. ആ പൂജ ചെയ്ത ആളുടെ കാലെനിക്ക് കാണാം, ആ കാലൊന്ന് തൊട്ട് നമസ്കാരം. അശ്വമേധ യജ്ഞമാണെന്ന് ചെയ്യുന്നത്, അതോ രാജസൂയ യജ്ഞം. യുധിഷ്ഠിരന് ശേഷം അടുത്ത രാജസൂയ യജ്ഞമായിരിക്കും 6 ലക്ഷത്തിന്റെ. ആ പൂജ ചെയ്ത മഹാത്മാവിനെ എനിക്കൊന്ന് കാണണം, പൂജ ചെയ്യിപ്പിച്ചതും ചെയ്ത ആളിനെ എനിക്കൊന്ന് കാണണം. 6 ലക്ഷം രൂപയുടെ പൂജ, ഒന്ന് ആലോചിച്ചു. അവിടെ പൂജ ചെയ്ത പാത്രങ്ങളെല്ലാം സ്വർണത്തിന്റെ ഇത് വെച്ചിട്ട്. ഹരേ കൃഷ്ണ. ഈ ലോകം, ഒരു ആചാര്യൻ പറയുന്നേ, ഭഗവാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ചിരിക്കുന്നതെന്നറിയാം? ചുറ്റും കോമാളികളാണ്, ഓരോരോ ആൾക്കാരുടെ വിഡ്ഢിത്തരങ്ങൾ കണ്ടിട്ട് ചിരിച്ചു. അതേപോലെ നമ്മൾ ഈ ലോകത്തെ സീരിയസ് ആയിട്ട് എടുക്കരുത്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കോമാളികളാണ്, ചിരിച്ചിരിക്കുക. ഭഗവാന്റെ നാമവും ജപിക്കുക, സന്തോഷത്തോടുകൂടി ഈ ഓരോ കോമാളികളെയും കണ്ട് ചിരിച്ചിരിക്കുക. അത്രേ സമയമാകുമ്പോൾ നേരെ ഭഗവാന്റെ അടുത്തോട്ട് പോകും, അത്രേ ഉള്ളൂ. ലൈഫ് വളരെ സിമ്പിളാണ്. ആർത്തി ആക്രാന്തമൊന്നും കാണിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് വിധിക്കപ്പെട്ട് നമുക്ക് കിട്ടും, വിധി ഇല്ലെങ്കിൽ നഷ്ടപ്പെടുകയും ചെയ്യും, ഉറപ്പാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക, ധൃതരാഷ്ട്രരെ പോലെ ഭഗവാനെ പറ്റിക്കാൻ നോക്കരുത്. ഭഗവാനെ പറ്റിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ നമ്മൾ പറ്റിക്കും. നേരത്തെ ഞാൻ പറഞ്ഞത്, എനിക്ക് വേറൊരു ആഗ്രഹം ഇല്ല, കൃഷ്ണൻ മാത്രം മതി എന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് പറയും. ഒറിജിനലി ആണോ അത് പറയുന്നത്? അതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ കൃഷ്ണൻ നന്നായിട്ട് പണി. കൃഷ്ണൻ എല്ലാം ഓക്കെ, കള്ളത്തരം മാത്രം ഇഷ്ടമല്ല. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് ഒരുപാട് ചിരിച്ചു. ഇനി നാളെ രാവിലെ നമുക്ക് ശ്രീമദ് ഭാഗവത്തിൽ കാണാം. ഇതുവന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.